അർജുനന് രൂഢമൂലമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ മമ എന്നുള്ളത് തന്നെ. അയം ഏഷാം മമ ഏതേ ഇത്യാദി ഭ്രാന്തിപ്രത്യയ നിമിത്തം, അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള നിമിത്തം ഹേതുവായിട്ട്. അതുകൊണ്ടാണ് എന്താണ് നാരദ ഭക്തി സൂത്രത്തിൽ ആരാണ് മായയെ തരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് മായ. കസ്തരതി കസ്തരതി മായ. അവിടെ നാരദർ പറയുന്നു യഹ ലോകബന്ധം ഉന്മൂലയതി. ആരാണോ ലോകബന്ധത്തെ ഉന്മൂലനം ചെയ്യുന്നത്? യഹ മഹാനുഭാവം സേവത്തെ. ഏതൊരുവനാണ് മഹാനുഭാവനെ സേവിക്കുന്നത്? സഹതരതി സഹതരതി മായ. അവൻ മായയെ തരണം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഭഗവാനെ, മഹാനുഭാവനായിട്ടുള്ള ഭഗവാനെ അർജുനൻ സമാശ്രയിച്ചു. എനിക്ക് ഉപദേശം തരാൻ പറഞ്ഞു. ആ ഭഗവാൻ ഇതാ ഉപദേശം കൊടുക്കുന്നു. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് വളരെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. നോക്കാം നമുക്ക്. ഗീതാ മാതാവിന്റെയും ശ്രുതി മാതാവിന്റെയും ഒക്കെ അനുഗ്രഹം ശ്രദ്ധാരൂപത്തിൽ നമ്മിലുണ്ടാവട്ടെ. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാൻ ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച ന അനുശോചന്തി പണ്ഡിതാഹ. പറയുന്നു ഭഗവാൻ. അശോച്യാൻ. ഭഗവാൻ ശ്ലോകം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അശോച്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അകാരം മംഗളത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. ആ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ്. അതുകൊണ്ടാണ് കുട്ടികളെ പേരൊക്കെ ഇടുമ്പോൾ ആ എന്നിടുന്നത്. അല്ല സ്വാമി, ഞങ്ങളത് ഇന്റർവ്യൂവിലൊക്കെ ആദ്യം വരാൻ വേണ്ടിയിട്ടാണ്. ആൽഫബറ്റിൽ ആദ്യം കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങളതിന് ആ എന്നാക്കുന്നത്. എന്തായാലും അതിൽ തുടങ്ങിക്കോളൂ, നല്ലതാണ്. അശോച്യാൻ എന്ന് പറഞ്ഞാൽ അശോച്യാൻ, ശോചം എന്ന് പറഞ്ഞാൽ ദുഃഖം. അശോച്യാൻ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച്, ദുഃഖിക്കേണ്ടാത്തതിനെ കുറിച്ച്. അനുശോച, നീ ദുഃഖിക്കുന്നു. ത്വം അനുശോച. ആരാണ്? ആരെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഭഗവാൻ പറയുന്നത്? അർജുനം നിമിത്തീകൃത്യ. അപ്പൊ ആദ്യം ഭഗവാൻ നമ്മളോട് പറയുന്നത് ദുഃഖിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് നാം ദുഃഖിക്കുന്നു എന്നുള്ളതാണ്. ശരിയാ സ്വാമി, അത് ശരിയാ. ഗീത മുഴുവൻ ശരിയാ. നമ്മുടെ ദുഃഖത്തിന്റെ കാരണം എന്താ? ദുഃഖിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് തന്നെയാണ് ഭഗവാൻ വിസ്തരിക്കുന്നു. മാത്രമല്ല ഭഗവാൻ പറയുന്നു പ്രജ്ഞാവാദാഞ്ച ഭാഷസേ. എന്നാൽ അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നു. പാലേ ഭാഷ. അതും നമ്മുടെ പരിപാടിയാണ്. നമ്മൾക്ക് ദുഃഖവുമുണ്ട്, നമ്മിൽ അറിവുമുണ്ട്. ഭഗവാൻ പറയുന്നു ഇതൊരിക്കലും ചേർന്ന് നിൽക്കില്ല എന്നാണ്. ഇതൊരിക്കലും ചേരാത്തതാ അറിവും ദുഃഖവും. നാം ദുഃഖിക്കുന്നു, എന്നാൽ അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നു. അശോച്യാൻ അന്വശോച ത്വം പ്രജ്ഞാവാദാഞ്ച ഭാഷസേ. അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നു. അർജുന, പണ്ഡിതാഹ. പണ്ഡിതൻ എന്ന് പറഞ്ഞാല് പണ്ഡ ആത്മവിഷയ യേഷാം തേഹി പണ്ഡിതാഹ. ആത്മവിഷയത്തിൽ ജ്ഞാനമുള്ളവൻ പണ്ഡിതൻ. അതാണ് പണ്ഡിതൻ. പണ്ഡിതന്മാര് ഗതാസൂൻ അഗതാസൂൻ പ്രതി, ഗതാസൂൻ പ്രതി അഗതാസൂൻ പ്രതി, ഉള്ളവരെ കുറിച്ചും പോയിട്ടുള്ളവരെ കുറിച്ചും ന അനുശോചന്തി, ദുഃഖിക്കുന്നില്ല. അവര് മരിച്ചുപോയവരാവട്ടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവരെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാറില്ല. ഇതാണ് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത്. നമ്മളും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഏറ്റവും വലിയ ദുഃഖം, നമ്മെ സംബന്ധിക്കുന്ന ദുഃഖം മരണം തന്നെയാണ്. എന്താണ് മരണം എന്ന് അന്വേഷിക്കുക. അത് മരണത്തിന്റെ അടുത്ത് തന്നെ പോണം. ഇനി മരണം ദുഃഖമാണോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടാ. അതെന്താന്ന് ചോദിച്ചാൽ അച്ഛൻ മരിച്ച സന്തോഷത്തിലാണ് ഞാനിപ്പോ. അതെന്താ? അയ്യോ സ്വാമി ഇത്ര കാലമായി എന്നറിയോ കിടക്കുന്നത്, ഒരുപാട് കാലമായി എന്ന് പറയാം. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്നാ എന്റെ ദിവസമുള്ള പ്രാർത്ഥന. അതെ, അങ്ങനെ വളരെ വിഷമത്തോടുകൂടി കിടക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ
എല്ലാവരും അമ്പലത്തിൽ പോകുന്നത് ഈ ഒറ്റ കാര്യം പറയാനാ. എന്നാ മൂപ്പര് എന്ന അമ്പലത്തിൽ കൊണ്ടുപോയാൽ മൂപ്പര് ഇതാണോ പറയുക? അല്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആ അമ്പലത്തിന്റെ നടയിൽ നിർത്തിയാൽ എന്നാ പ്രാർത്ഥിച്ചോളൂ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്തായിരിക്കും പറയുക? നിങ്ങൾക്കറിയാലോ അല്ലേ? ഒരിക്കലും പറയില്ല എനിക്ക് വേഗം പോണം എന്ന്. അപ്പൊ സ്വന്തം ആളുകളുടെ മരണം നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാ ഉത്തരം. എന്താ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേന്ന്. അതായത് വളരെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഒക്കെ വിട്ടുപോകുന്ന സമയത്ത് നമ്മുടെ ദുഃഖം എന്താണെന്നറിയോ? നമ്മൾ പറയും എന്റെ കൃഷ്ണ, ഒരു നേരം പോലും എനിക്ക് നോക്കാൻ പോലും അവസരം തന്നില്ലല്ലോ, എനിക്കൊന്ന് പരിചരിക്കാൻ പോലും അവസരം തരാതെ കൊണ്ടുപോയില്ലേ. കാരണം ദിവസവും രാവിലെ എഴുന്നേറ്റ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. ഒരു ദിവസം നോക്കുമ്പോൾ 7 മണിക്ക് ചൂട് കാപ്പി കിട്ടണം. അത് പാലൊന്നും ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ആ കാപ്പി എടുത്തിട്ട് ആള് പത്രം എടുത്ത് അങ്ങോട്ട് വന്ന് അവിടെ അങ്ങോട്ട് ഇരിക്കും. ഒരു പത്രം കഴിയുമ്പോഴേക്കും ഒരു കാപ്പി കഴിയും. പിന്നെ അടുത്ത പത്രം എടുക്കുമ്പോഴേക്കും അടുത്ത കാപ്പി കൊണ്ടു കൊടുക്കണം ഭാര്യ. ഇതാണ് 2 കാപ്പിയാണ് ദിവസം. പിന്നെ അദ്ദേഹത്തിന്റെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് വ്യായാമമൊക്കെ, വളരെ ചിട്ടയോട് കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ദിവസം ചുടു കാപ്പിയായിട്ട് നോക്കുമ്പോൾ ആൾ എഴുന്നേറ്റിട്ടില്ല. എന്തു പറ്റി? വീണ്ടും വീണ്ടും കുലുക്കി വിളിച്ചപ്പം ആള് നേരത്തെ കാപ്പി കുടിച്ചു പോയി. അപ്പൊ പിന്നെ വലിയ കരച്ചിലും ബഹളവും ഒക്കെ ആവും. എന്താ പ്രശ്നം? കാരണം നമുക്ക് നോക്കാൻ പറ്റിയില്ല. ഒന്ന്, പെട്ടെന്ന് പോയി, ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല, അപ്രതീക്ഷിതമായി കൊണ്ടുപോയി, അറിഞ്ഞതേയില്ല. വല്ലാത്ത വിഷമം. അപ്പൊ ഭഗവാനോട് പറയും, കുറച്ച് അസുഖം വന്ന് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂടെ, അവിടെ നിന്ന് ICUവിൽ അല്ലേ, അതിന് പോലും പറ്റിയില്ല എന്ന് പറയാം. പിന്നെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുപോയി. നീ നാളെ കൊലപാതകമാണ് ഞാൻ കഴുത്ത് പിടിച്ചാന്ന് പറയരുതല്ലോ, അതിനു വേണ്ടി കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ഭഗവാനോട് പറയും, എന്താ പറയാ, ഒരു നേരം പോലും നോക്കാൻ അവസരം കിട്ടിയില്ല, ഒരു 2 ദിവസമെങ്കിൽ 2 ദിവസം എനിക്ക് പരിചരിക്കാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ കാര്യം. എന്നാ ശരി, ഭഗവാൻ വിചാരിച്ചു 2 ദിവസമല്ല, ഒരു 2-3 വർഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാലോ? നമുക്ക് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഭർത്താവോ അച്ഛനോ അമ്മയോ കുട്ടികളോ, ഏറ്റവും ബന്ധത്തിന്റെ ഏറ്റവും അടുപ്പമുള്ള ആ ബന്ധത്തിൽ ഉള്ളതിനെ ഇങ്ങനെ കിടത്തുക. പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന എന്താ? എന്റെ ഈശ്വര, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്താതെ അങ്ങോട്ട് കൊണ്ടുപോണേ അല്ലേ? അപ്പോഴും ഭഗവാനോട് അങ്ങനെയാ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് അവിടെ നാം പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എന്തോ ഒരു ഹാനി സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിൽ എന്റെ സ്വാർത്ഥത തന്നെയാ അവിടെ ദുഃഖമായിട്ട് വരുന്നത്, വേറെ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ. കാരണം എന്റെ സ്വാതന്ത്ര്യം ഇനിയിപ്പോ നാളെ എനിക്ക് എങ്ങനെയാ ഞാൻ അവിടെ പോവുക ഇവിടെ പോവുക, ഞാൻ ഒറ്റപ്പെട്ടുവല്ലോ, എനിക്കാരും ഇല്ലല്ലോ ഇനി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ഇങ്ങനെ ഒരാളും കൂടെ വേണമായിരുന്നു. അത് മകന്റെ കാര്യമായാലും മകന്റെ കാര്യമോ മകളുടെ കാര്യമോ ഭാര്യയുടെ കാര്യമോ ഭർത്താവിന്റെ കാര്യമോ എന്തോ ആവട്ടെ, തൻ്റേതായിട്ടുള്ള ചില സ്വാർത്ഥതകളുണ്ട്. ഇത് വേഗം വിട്ടുപോകണം, ഇത് പോട്ടെ എന്ന് ചിന്തിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാ? കാരണം എന്റെ സ്വാതന്ത്ര്യം ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിപ്പോ ഉത്സവത്തിന് പോകാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം വീട്ടിലെ അച്ഛൻ ഇങ്ങനെ രോഗിയായിട്ട് കിടക്കുകയാണേ. ഒരു കല്യാണത്തിന്, അവരുടെ കല്യാണം ഗുരുവായൂർ വെച്ചോ, പക്ഷെ ഞാൻ എങ്ങനെയാ വരിക? നിങ്ങൾക്കൊക്കെ അറിയാലോ, അച്ഛൻ ഇവിടെ എങ്ങനെ ഇരിക്കുമ്പം. ഇതെന്തെങ്കിലും രണ്ടാലൊന്നായാൽ ഞാൻ പിന്നെയും വരാം, നോക്കട്ടെ, ചിലപ്പം എന്തെങ്കിലും ഉണ്ടാവുന്ന തോന്നുന്നത്. അങ്ങനെ ഉറപ്പിക്കണ്ട, ഒരു ടിക്കറ്റ് ഏതായാലും എടുത്തു വെച്ചോളൂ. അതിനു മുമ്പ് ഇവരുടെ ടിക്കറ്റ് എന്നേക്കുമായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ എന്റെ സ്വാതന്ത്ര്യം ഇവിടെ ഞാൻ ഇവിടെ എന്റെ ശ്രദ്ധ ഇവിടെ വേണ്ടതുണ്ട്. ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായി. അതുകൊണ്ട് എന്റെ പ്രാർത്ഥന അത്തരത്തിലുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ മനുഷ്യ മനസ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസമാണ്. തപോവനസ്വാമികൾ കഥയല്ല, ഒരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ഗംഗയിൽ വെള്ളം ഇങ്ങനെ കയറി വരുമ്പം ഒരു കുരങ്ങൻ അതിന്റെ കുട്ടിയായിട്ട് കയറും മുകളിലേക്ക്. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക.
അങ്ങനെ കയറി 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 അവസാനം വെള്ളം അങ്ങനെ ഏറ്റവും മുകളിലെത്തപ്പം കുരങ്ങനെ എന്ത് ചെയ്യും അത്ര കുട്ടിയെ താഴെ വെച്ച് അതിന്റെ തലയിലിരിക്കുന്നു. അങ്ങനെ ചെയ്യുമോ എന്നൊന്നും ചോദിക്കരുത്. അത് തന്നെയായിരിക്കും നമ്മുടെയും അവസ്ഥ. അമ്മയും കുട്ടിയും കൂടെ കിണറ്റിലെടുത്ത് ചാടിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന സമയത്ത് അമ്മയാണോ രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതോ അമ്മ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ? കുട്ടി എവിടെയെന്ന് പോലും അന്വേഷിക്കില്ല, നമ്മൾ തന്നെയാ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഞാൻ തന്നെയാണ് പ്രധാനം എന്ന് പറയാം. യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നുണ്ട്, എന്തുകൊണ്ട് മൈത്രേയി ഭാര്യ ഭർത്താവിന് പ്രിയപ്പെട്ടതായിരിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടതിന്റെ ഒരു കണക്ക് യാജ്ഞവൽക്യൻ നിരത്തുന്നുണ്ട്. ഒരു 4-5 പേജ് വരും. ഭർത്താവിന് ഭാര്യ എന്തുകൊണ്ട് പ്രിയപ്പെട്ടതായിരിക്കുന്നു, ഭാര്യയ്ക്ക് ഭർത്താവ് എന്തുകൊണ്ട് പ്രിയപ്പെട്ടതായിരിക്കുന്നു, പുത്രൻ എന്തുകൊണ്ട് അച്ഛൻ പ്രിയപ്പെട്ടതായിരിക്കുന്നു, അച്ഛൻ എന്തുകൊണ്ട് പുത്രൻ പ്രിയപ്പെട്ടതായിരിക്കുന്നു, പുത്രിക്ക് എന്തുകൊണ്ട് അമ്മ പ്രിയപ്പെട്ടതായിരിക്കുന്നു, അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ. പിന്നെ ഒന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നാം അജ്ഞാനം ഹേതുവായിട്ടാണ് ദുഃഖിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതും ശരി തന്നെ. എന്താ നമ്മെ ദുഃഖിപ്പിക്കാനുള്ള വേറൊരു കാരണം എന്നാണെങ്കിൽ, ശങ്കരാചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്, ഗതവതി വായൗ ദേഹാപായേ ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. ശരീരത്തിൽ നിന്ന് ആ വായു പോയി കഴിഞ്ഞാൽ തസ്മിൻ കായേ, ആ ശരീരത്തെ ഭാര്യ ബിഭ്യതി, ഭാര്യ ഭയപ്പെടുന്നു. ശരി തന്നെയാണ്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഭർത്താവ് മരിച്ചു. അതിനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലേ, എവിടെയില്ലാത്ത സ്ഥിരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട് പരമ്പരയാൽ നാം. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരോടൊന്ന് അവസാനമായിട്ട് കണ്ടോളാൻ പറയും. സ്വാമി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുതേ, കാരണം ഇത് നമുക്ക് ഉറയ്ക്കാൻ വേണ്ടി പറയുന്നതാ. വേറെ മരണം എന്നതൊരു യാഥാർത്ഥ്യ. ഇതാണ് ഇതിലെ വിഷയം. ഇതാണ് വളരെ ഭംഗിയായിട്ട് ഈ വിഷയത്തെയാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. 2-ാം അധ്യായം അതിന്റെ ഔന്നത്യത്തിലേക്ക് വിരാജിക്കാൻ പോവുക. വിഷയം ഇതാണ്, മരണം. എന്റെ സ്വാമി പേടിയാവും. അപ്പം ആള് മരിച്ചു, ഇതാ കൊണ്ടുപോകാൻ പോണു, ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, എടുത്തെടുത്തോളൂ പറഞ്ഞാൽ അവരെന്ന് വിളിച്ച് കാണിച്ചു വയ്ക്കും. അപ്പൊ അവര് വന്നങ്ങോട്ട് നോക്കും. ആ നോക്കുന്ന സമയത്ത് എന്തെല്ലാമോ വികാരങ്ങളെല്ലാം കൂടെ പൊട്ടി അങ്ങോട്ട് വരും എന്ന് പറയും. അത് അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും. ആ സമയത്ത് അതങ്ങോട്ട് കൊണ്ടുപോയി ചിതയിലേക്ക് വെക്കാൻ പോണു എന്നുള്ളതൊക്കെ വല്ലാത്തൊരു നടുക്കവും ഞെട്ടലും, ഒരു എല്ലാ നാഡീ ഞരമ്പുകളൊക്കെ പിടിച്ച് തലങ്ങും വിലങ്ങും ഒക്കെ വലിക്കുന്നത് പോലെയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, വിടില്ല. ഈ ശരീരത്തെ അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തും. കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് വീഴാനുള്ളൊരു ശ്രമം. അത് ആളുകൾക്കറിയാം. അപ്പൊ അവര് തയ്യാറായിട്ട് നിൽക്കും. അവരങ്ങനെയാണ് കൊണ്ടുപോകുക. നമ്മുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ. ഈ മൃഗശാലയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ മൃഗത്തിനെ പിടിക്കുമല്ലോ, അതിന് ഈ ഇതിടും, ബെൽറ്റ് ഇടും. അതുപോലെ നമ്മളെ പിടിക്കാൻ കുറച്ച് ആളുകൾ പിടിച്ച് കാണിച്ച് നമ്മൾ കുറച്ച് ബഹളം ഉണ്ടാക്കും, തലയൊക്കെ ഇട്ടടിച്ച് എല്ലാം. കുറച്ച് കഴിഞ്ഞാൽ ശാന്താവും. ഇത് എത്രയോ കാലമായി നാം അനുവർത്തിച്ചു വരുന്നതാണ്. ഇത് നമ്മൾ കാണുന്നതാണ്. പല മരണത്തിലും പലരുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിത് കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിലും എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചാൽ, എന്റെ അമ്മ മരിച്ചാൽ, എന്റെ അച്ഛൻ മരിച്ചാൽ, എന്റെ ഭാര്യ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, കുട്ടികൾ മരിച്ചാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് അടിച്ചിറക്കുന്നുണ്ട്. എത്രത്തോളം ഉച്ചത്തിൽ കരയാമോ അതാണ് ഞാനും മരണപ്പെട്ട ആളും തമ്മിൽ കാണിക്കാനുള്ള ഞങ്ങളുടെ ബന്ധത്തിന്റെ ആഴം, കരച്ചിലിന്റെ ഉയർച്ചയ്ക്കനുസരിച്ചിരിക്കും എന്ന് നാട്ടുകാർ വിലയിരുത്തിക്കൊള്ളണം. അതുകൊണ്ട് പലരും പറയുമല്ലോ, ഓ എന്റെ ദേവുവോ ആ പെണ്ണിന്റെ നെഞ്ചുകീറല് കാണണം കേട്ടോ. എന്നാ അവിടെ ഒരു മൂദേവിയുണ്ട്, ഒരാക്ഷരം കാണുന്ന ഒരു തുള്ളി വെള്ളം പോലും എങ്ങനെ നിൽക്കുന്നുണ്ട്, വരുന്നവരെയൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ.
പൊട്ടിക്കരയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇല്ലാത്ത കരച്ചിൽ നമ്മൾ ഉണ്ടാക്കും. എവിടുന്നെങ്കിലുമൊക്കെ വരും അത്. അങ്ങനെ നെഞ്ചു കീറണം നമുക്ക്. അങ്ങനെയാണല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ, ഇപ്പൊ ആള് മരിച്ചു, എല്ലാവരോടും പറയാ മരിച്ചു, എന്നാ ഇത് ഇത്ര സമയത്തിന് വേഗം എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഒരു ദിവസം ഒരു വീട്ടില് ഇങ്ങനെ മരിച്ച ഒരാളെ കൊണ്ടുപോകുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, ഞാൻ എന്റെ ചേട്ടനെ വിട്ടുതരില്ല എന്ന് പറയുമ്പോ എന്നാ ശരി ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പോയി വരാം എന്ന് പറഞ്ഞ് ആ നാട്ടുകാരൊക്കെ മാറി നിന്നാൽ ചിലപ്പം ഒരു വേള ആ കൂടിയിരിക്കുന്നവർക്ക് തന്നെ അവരുടെ മനസ്സിലേക്ക് കയറുന്ന പുതിയൊരു വികാരം, ഒരു സംസ്കാരമായിരിക്കും അത്. അതാരും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവരിത്ര ധൈര്യത്തിൽ വിടില്ല, തരില്ല എന്നൊക്കെ പറയുന്നത്. അവർക്കറിയാം പിടിച്ചു വെക്കാൻ ആളുണ്ട്. അതെ. അതുകൊണ്ട് ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മകൻ വരാനുണ്ട് അമേരിക്കയിൽ നിന്നോ ലണ്ടനിൽ നിന്നോ, 2 ദിവസം കൂടെ കഴിയും, അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ, 2 ദിവസം കൂടെ കഴിയും. ഇപ്പൊ ആ ഫ്രിഡ്ജ് കിടത്തി വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇല്ലേ, ശീതീകരിച്ച അലമാറ. മൂപ്പര് വളരെ സുഖമായിട്ടാണ് അതിലങ്ങനെ AC-യിൽ, പാവം ഇതുവരെ AC-യിൽ കഴിയാൻ യോഗം ഉണ്ടായിട്ടില്ല, മരണാനന്തരം കഴിയാൻ യോഗം ഉണ്ടായില്ല. അതിലങ്ങനെ ആളങ്ങനെ ഫുൾ സെറ്റപ്പിൽ അങ്ങനെ ഇരിക്കുക. അങ്ങനെ കിടത്തിയിരിക്കുന്ന, ഭദ്രമായി പൂട്ടിയിരിക്കുന്ന ആ മൃതദേഹത്തോടൊപ്പം ഒരു മുറിയിൽ കഴിയാൻ ആര് തയ്യാറാകും? ഈ ഒരു ദിവസം, നാളെ അച്ഛനെ ശ്മശാനത്തിലേക്ക് എടുക്കല്ലേ, ഈ ഒരു ദിവസമെങ്കിലും എനിക്ക് അച്ഛന്റെ കൂടെ കിടക്കണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ കൂടെ, എന്റെ മകന്റെ കൂടെ. അഥവാ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും, ഇത് പുറത്തേക്കറ്റം വരുമോ. അഥവാ മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതിയ അച്ഛൻ എഴുന്നേറ്റ് അവിടെ കൂടിയവരൊക്കെ ഓടില്ലേ? അതോ അവര് സന്തോഷിക്കുകയോ? അപ്പൊ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ പോയി ഒളിഞ്ഞു കിടക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ മരിച്ചു കിടക്കുന്ന ആൾ ഇങ്ങനെ കിടക്കണം, നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം സാവകാശം നമ്മളോട് ചിരിക്കണം. എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? സന്തോഷം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടി, അയ്യോ ഇതാ അച്ഛന്റെ ഞരമ്പ് നാഡികളൊക്കെ പ്രവർത്തിക്കുന്നു, വേഗം വേഗം തുറക്കൂ, ഡോക്ടറെ വിളിക്കൂ എന്ന് ആരെങ്കിലും പറയോ? അതോ വേഗം ഓടിക്കടാ എല്ലാവരും എന്ന് പറയും? എന്താ പറയുക? രമണ മഹർഷിയോട് രമണാശ്രമത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മഹർഷേ മരിച്ച ഒരാൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞു. എന്തൊരത്ഭുതം എന്ന്. മഹർഷി പറഞ്ഞു, എടോ നീയൊക്കെ എഴുന്നേറ്റ് നടക്കുന്നതാ അത്ഭുതം, മരിച്ചവൻ എഴുന്നേറ്റ് നടക്കുന്നതല്ല. അതെ, അതൊരത്ഭുതമല്ലേ? അപ്പൊ എന്താണ് ദുഃഖത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് ചോദിച്ചാൽ അത് ശ്മശാന വൈരാഗ്യം എന്ന് പറയും. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിരക്തി. എന്താണ് സത്യം എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ. അപ്പൊ ഇന്നലെ വരെ വളരെ ഗംഭീരനായിട്ട് വിറപ്പിച്ചിരുന്ന ആളാ, ആ മീശക്കപ്പ കാണണം അല്ലേ, അല്ലെങ്കിൽ ദിവസവും ഒരു ഇതിട്ടിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കുന്ന. ഇപ്പൊ അതാരുമില്ല ചെയ്യാൻ, അതുകൊണ്ട് അത് താഴ്ന്നു പോയിട്ടുണ്ട്. ആളെ തന്നെ മനസ്സിലാവുന്നില്ല, അല്ല ഇങ്ങനെ വെച്ചുകൊണ്ടായിരുന്നു ആളെ കാണുക അല്ലേ. അങ്ങനെയൊക്കെ ചിലപ്പോ ആ വണ്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പേടിയാവും നമുക്ക്. ആ കൊണ്ടുപോകുന്ന വണ്ടി അതിലെഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. അല്ലേ, അതിനുവേണ്ടി അത് എഴുതിയത്, ഇന്ന് ഞാൻ നാളെ നീ. അപ്പൊ എന്താ ഭയത്തിന് കാരണം എന്നാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇതുവരെ ഞാൻ എന്റെ ഭർത്താവിനെ, എന്റെ അമ്മയെ, എന്റെ അച്ഛനെ, എന്റെ കുട്ടികളെ ശരീരത്തോടു കൂടിയിട്ടാണ് കണ്ടത്. ശരീരമായിരുന്നു എനിക്കവൻ അല്ലെങ്കിൽ അവൾ. അവളുടെ ശരീരത്തിന് ഒരു മുറിവേറ്റാൽ, അവളുടെ ശരീരത്തിന്, അവന്റെ ശരീരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള പരിണാമങ്ങൾ വന്നാൽ
ഞാനത് അങ്ങേയറ്റം ശ്രദ്ധിക്കുമായിരുന്നു. എന്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. ശരീരമനോബുദ്ധി ഉപാധികൾക്കപ്പുറത്തൊരു മാനം എനിക്കും അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ള ഭർത്താവിനോ ഭാര്യയ്ക്കോ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ശരീരത്തോടുകൂടി ഇരിക്കെ അശരീരിയായി ഒരു ബോധസ്വരൂപൻ വിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പം എന്തോ അതിനകത്തുനിന്ന് പോയി. എന്നാൽ ആ സമയത്ത് ഈ ശരീരമുണ്ട്. പിന്നെയോ അശരീരിയായ ശരീരത്തെ ചൈതന്യവത്താക്കിയതില്ല. അപ്പൊ അതില്ലാതെ ഇതിനെ എനിക്ക് വേണ്ട. ഇപ്പോഴോ അതിനെ കാണാനുമില്ല. പക്ഷെ അതിനെ ആദ്യം അറിഞ്ഞിരുന്നെങ്കിലോ ഇതിനെ ഇപ്പോഴേ ഒഴിവാക്കാം. മനസ്സിലായോ? അതെ ഈ ഭയം മുഴുവൻ. അപ്പൊ എന്താ ഭയത്തിന് കാരണം എന്നാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇതുവരെ ഞാൻ എന്റെ ഭർത്താവിനെ, എന്റെ അമ്മയെ, എന്റെ അച്ഛനെ, എന്റെ കുട്ടികളെ ശരീരത്തോടു കൂടിയിട്ടാണ് കണ്ടത്. ശരീരമായിരുന്നു എനിക്കവൻ അല്ലെങ്കിൽ അവൾ. അവളുടെ ശരീരത്തിന് ഒരു മുറിവേറ്റ, അവളുടെ ശരീരത്തിന്, അവന്റെ ശരീരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള പരിണാമങ്ങൾ വന്നാൽ ഞാനത് അങ്ങേയറ്റം ശ്രദ്ധിക്കുമായിരുന്നു. എന്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. ശരീരമനോബുദ്ധി ഉപാധികൾക്കപ്പുറത്തൊരു മാനം എനിക്കും അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ള ഭർത്താവിനോ ഭാര്യയ്ക്കോ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ശരീരത്തോടുകൂടി ഇരിക്കെ അശരീരിയായി ഒരു ബോധസ്വരൂപൻ വിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പം എന്തോ അതിനകത്തുനിന്ന് പോയി. എന്നാൽ ആ സമയത്ത് ഈ ശരീരമുണ്ട്. പിന്നെയോ അശരീരിയായ ശരീരത്തെ ചൈതന്യവത്താക്കിയതില്ല. അപ്പൊ അതില്ലാതെ ഇതിനെ എനിക്ക് വേണ്ട. ഇപ്പോഴോ അതിനെ കാണാനുമില്ല. പക്ഷെ അതിനെ ആദ്യം അറിഞ്ഞിരുന്നെങ്കിലോ ഇതിനെ ഇപ്പോഴേ ഒഴിവാക്കാം. മനസ്സിലായോ? അതെ ഈ ഭയം മുഴുവൻ. ലോകത്തിലൊറ്റ ഭാര്യ അങ്ങനെ എന്താ പറയാ ആ രീതിയിൽ കാര്യത്തെ നോക്കി കണ്ടിട്ടുള്ളൂ. ആ അമ്മയുടെ പേര് ശാരദാമ്മ തന്നെയാ. ശാരദാമ്മ. രാമകൃഷ്ണദേവന്റെ അഭാവത്തിൽ അമ്മ എങ്ങനെയായിരുന്നു. എത്രയോ പേരുണ്ടാവാം, ഈ ഇരിക്കുന്നതിൽ തന്നെ ഉണ്ടാവാം. ആ മരണം എന്ന സത്യം, യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് ഇനി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ വെറുതെ ഈ ഒരു പിന്നെ പലതും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാമി പറഞ്ഞതൊക്കെ തന്നെയാണ്. നാട്ടുകാർ മുഴുവൻ പറയണം അവളിപ്പം ഭർത്താവ് മരിച്ചിട്ട് അയ്യോ അവക്ക്, എന്നിട്ടിങ്ങനെ ഈ നാട്ടുകാരിങ്ങനെ പറയണം, നോക്കൂ നീ ഇങ്ങനെയൊന്നും ആയാ പോരാ, വരൂ നമുക്ക് പോയിട്ട് ആ രാജമാണിക്കൊന്ന് കാണാം പാ എന്ന് നാട്ടുകാർ നിർബന്ധിക്കണം. എന്തിനീ വേഷം കെട്ട്? എടോ ഈ സത്യം അംഗീകരിക്കൂ. മരണത്തിന് മുൻപ് തന്നെ ഇതൊരു സത്യമാണ്, ജനിച്ചാൽ മരണമുണ്ട് എന്ന്. വെറുതെ എന്നിട്ട് ഇങ്ങനെ ദുഃഖിച്ച് 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 ഇങ്ങനെ കഴിയാം. ചിലർ ഈ ഫോട്ടോ കൊണ്ടേ നടക്കും. ബസ് എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തു വെക്കും അല്ലേ? എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് കുട്ടിയെ ഉമ്മ വെപ്പിക്കുക. മോനെ ഇതാ, അതൊന്നും അറിയില്ല അതിന്, ഇതാണ്. എന്നിട്ട് ഇവൻ ഈ 90 വയസ്സാകുമ്പോഴും ഇതുമായിട്ട് നടക്കണം. ഇങ്ങനെയുള്ള അതായത് എത്രയോ ബുദ്ധദേവൻ ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ബുദ്ധദേവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥ. കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞ അമ്മ അന്നത്തെ പല ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണു. അവസാനം ആരോ പറയണു, ഭഗവാൻ ബുദ്ധൻ ഇത് സാധിക്കും, മരിച്ചവരെ ജീവിപ്പിക്കാൻ പറയാം. അപ്പൊ മരിച്ചവരെ ജീവിപ്പിച്ച ഒരു മഹാത്മാവായിരുന്നു ക്രിസ്തു. അദ്ദേഹം ലാസറിനെ ജീവിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതിന്റെ പിറകിലും വലിയൊരു തത്വമുണ്ട് എന്ന് പറയാം. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്തു പറയുന്നുണ്ട് ലാസറിനോട് വരാൻ, പുറത്തേക്ക് വരാൻ. അപ്പൊ കൂടിയിരുന്നവരൊക്കെ പറഞ്ഞു ഈ ക്രിസ്തുവിന് വട്ടാണെന്നാ തോന്നുന്നത്. കാരണം മരിച്ച് 3 ദിവസം കഴിഞ്ഞു, നാറുകയാണെന്ന് പറയാ. ഈ നാറുന്ന അതിനകത്ത് നിന്ന് ഇയാളോട് പുറത്തേക്ക് വരാൻ പറഞ്ഞാൽ എങ്ങനെ വരാൻ പറ്റും? ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മളൊക്കെ മരിച്ചവരാണെന്നാണ്. 3 ഗുഹ എന്ന് പറഞ്ഞാൽ 3 അജ്ഞാനാവൃതമായിട്ടുള്ള ശരീരങ്ങളാണ് അത്രയും. അതിൽ ദുഷിച്ച് നാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അതിൽ നിന്നിങ്ങോട്ട് പുറത്തേക്ക് കടക്കേണ്ടത്. ഈ പുറത്തേക്ക് വിളിക്കുന്നവനാണ് ഗുരു. ക്രിസ്തു ചെയ്തത് അതാണ്. അതേ ഒരു ഋഷിയായിരുന്നു,
ഭാരതത്തില് ഋഷിമാരോടൊപ്പം സഞ്ചരിച്ചൊരു മഹാത്മാവായിരുന്നു. അത് ക്രിസ്തീയ മതം അംഗീകരിക്കുമെന്നൊന്നും സ്വാമിക്ക് അറിയില്ല. ഏതായാലും ഒരു ഋഷിയുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, അങ്ങനെ പല സംഗതികളും, അതൊക്കെ തന്നെ നിന്നെ അറിയാനും അതിലൂടെ സഹജനെ അറിയാനും ഒക്കെയാണ്. അപ്പൊ ബുദ്ധദേവന്റെ അടുത്ത് ഇതുപോലെ ആ അമ്മ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, ഇതാ എന്റെ എല്ലാമായിട്ടുള്ള ഇവനെ ജീവിപ്പിക്കും. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ശരി, സാധിക്കും, എനിക്ക് സാധിക്കും ഇവനെ ജീവിപ്പിക്കാൻ എന്ന് പറഞ്ഞു. സാധിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മയ്ക്ക് വലിയ ആശ്വാസമായി. ആവോ, അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് കടുക് വേണം എന്ന് പറയാം. അത് കടുക് കൊണ്ടുവരാം, പക്ഷെ അത് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് മേടിക്കുക. ആ വീട്ടിൽ മരിക്കാത്ത വീടായിരിക്കണം. ഒന്ന് ചോദിച്ചാൽ മതി, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന്. ബന്ധത്തിൽ ആരെങ്കിലും മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ധൈര്യമായിട്ട് മേടിച്ചോളൂ. മരണം നടക്കാത്ത വീടായിരിക്കണം. അവരുടെ ആരും മരിച്ചിട്ടുണ്ടാവില്ല. ഈ അമ്മ ഓരോ വീടുകളിൽ ഓടിയുന്ന, നിങ്ങൾക്കറിയാം കഥ അല്ലേ? അവസാനം എവിടുന്നും ഒരു കടുകും അവർക്ക് കിട്ടിയില്ല. കാരണം എല്ലായിടത്തും മരണം ഉണ്ടായിരുന്നു. മരണം എന്ന സത്യം കടുക് അന്വേഷണത്തിലൂടെ ആ അമ്മ തിരിച്ചറിയായിരുന്നു. അതുകൊണ്ട് നേരിട്ട് ബുദ്ധൻ അവരോട് പറഞ്ഞില്ല, നോക്കൂ, നിങ്ങൾ വിഡ്ഢിത്തരാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ ഈ മരിച്ച കുട്ടിയായിട്ട് നടക്കുന്ന ഇത് എന്താ പറയാ, ഇത് ഒരിക്കലും സംഭവിക്കാത്തതാ, ഇത് സംഭവിക്കില്ല, ഒരാൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആ അമ്മ കേൾക്കില്ല. ഞാൻ ജീവിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷയായി. പക്ഷെ വേണ്ടത് ഇത്രയാണ്. കുറച്ച് വീടുകളിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് സത്യം മനസ്സിലായി. മരണം എന്ന സത്യം അവർക്ക് ബോധ്യമായി. കാരണം ബുദ്ധൻ ഒരു കുട്ടിയുടെ അച്ഛനായിട്ടും ബോധ്യമായിട്ടില്ലായിരുന്നു. ബുദ്ധൻ അറിയാമായിരുന്നു അത്, ഇല്ലേ? മരിച്ച മഞ്ചല് കൊണ്ടുപോകുന്ന സമയത്താണ് ഭൃത്യന്മാരോട് ചോദിച്ചത് അതെന്താണെന്ന്. അപ്പോഴാ പറഞ്ഞത്, കുമാര അത് മരിച്ചതാ, മരിക്കുക, അതെന്താണെന്ന്. മരണം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതുപോലെ വൃദ്ധന്മാരെ കാണുന്ന സമയത്ത് ചോദിക്കും, ഇദ്ദേഹത്തിന്റെ ദേഹം എന്താ ഇങ്ങനെയെന്ന്. അത് വാർദ്ധക്യത്തെ ബാധിച്ചു. അതെങ്ങനെയാത്? അത് കുമാരനും വാർദ്ധക്യം ബാധിക്കും. ഞാനും ഇങ്ങനെയാവുമോ? യുവാവായ സിദ്ധാർത്ഥൻ ഇത് ചോദിച്ച ഉടനെ അദ്ദേഹത്തിൽ വാർദ്ധക്യം വന്നു എന്നാണ്. പിന്നെ പ്രായമാകേണ്ടി വന്നില്ല, ഉടനെ അന്വേഷണം ആരംഭിച്ചു. പിന്നീട് ആ അമ്മ ബുദ്ധനിൽ നിന്ന് ഇത് ശരീരത്തെ മേടിച്ച് കാട്ടിൽ ദഹിപ്പിക്കണു. അനന്തരം ബുദ്ധന്റെ സന്തത സഹചാരിയായി ശിഷ്യയായി മാറുന്ന ആ മരണത്തിന്റെ സത്യം, മകന്റെ മരണമാണെങ്കിലും. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ യാഥാർത്ഥ്യങ്ങളിൽ സമൂഹം കൽപ്പിച്ച് തന്നിട്ടുള്ള മിഥ്യയിൽ വാവിട്ട് കരയണം, നെഞ്ചത്തടിച്ച് കരയണം, ഭയങ്കരമായിട്ട് ഓളിയിടണം, ഒന്നും കഴിക്കാതെ കുറെ അങ്ങോട്ട് ഇരിക്കണം. പക്ഷെ ഉടനെ നിങ്ങൾ സീരിയൽ കാണുന്നതൊക്കെ കുറച്ച് കടന്ന കൈയാണ്. ഇതങ്ങോട്ട് എടുക്കലും ഉടനെ അത് വെക്കും, എന്തായി നോക്കട്ടെ, ഏതായാലും പോയവരോ പോയി, ബാക്കിയുള്ളവരെങ്കിലും ഇല്ലേ, അതൊക്കെ കുറച്ച് അധികമാണ് കാര്യം. ആ മരിച്ച വീട്ടിലേക്ക് എന്തോ അല്ല എന്താ മരണ വിവരം പറയുമ്പോൾ ഇപ്പോഴാണോ ഇത് പറയാൻ കണ്ടത്, ഇത് ഇവിടെ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള തമാശകളുണ്ട്. മരണമെന്ന സത്യം എന്താണത്? അപ്പൊ ശരീരമനോബുദ്ധി ഉപാധികൾക്കപ്പുറത്തുള്ള ആ സദ്വസ്തുവിനെ, ആ ബോധസ്വരൂപനെ, ആ ബോധമാണ്, ചൈതന്യമാണ് എന്റെ ഭർത്താവ്, എന്റെ കുട്ടികള്, എന്റെ മക്കള് എല്ലാം എന്ന് നന്നായി ഉറപ്പായാൽ ഇതെവിടേക്കും പോകുന്നില്ല. ഇതിന് പിന്നെ ആ വിഗതികളെ കുറിച്ചൊക്കെ നല്ല ശാന്തമായി സമാധാനമായിട്ടിരിക്കാം. അല്ലെങ്കിലാണ് രാത്രി വരുമോ, കഴുത്ത് പിടിക്കുകയോ ഇല്ലേ. ഈ ജ്യോത്സ്യന്മാര് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പറയും, നോക്കൂ, നിങ്ങളുടെ അച്ഛന്റെ ആത്മാവേ അത് വിട്ടുപോയിട്ടില്ല, അത് പോവില്ല. അങ്ങനെ ഇങ്ങനെയും പോവാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും നിങ്ങളെ ബന്ധം, അത്രയും അദ്ദേഹത്തിന് ഈ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. അദ്ദേഹം അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയതല്ലേ, അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ? ശരിയാട്ടോ, എന്നാ എങ്ങനെയെങ്കിലും ഒന്ന് പോക്കിത്തരണം അങ്ങ്. എന്നാ അദ്ദേഹം പോവില്ല എന്ന് പറഞ്ഞാലെങ്കിലും ഇവര് ജ്യോത്സ്യരോട് പറയണ്ടേ, ശരി അദ്ദേഹം ഇവിടെ ഇരിക്കട്ടെ എന്ന്. എത്രയും പെട്ടെന്നൊന്ന് മൂപ്പരെ ഒഴിവാക്കി തരണം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വികാര വിചാരങ്ങൾ എന്താ? ഈ സത്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല കഥയുണ്ട്. നല്ല കഥ രാമകൃഷ്ണദേവൻ പറയുന്നതാ.
ഒരാള് ആശ്രമത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ആശ്രമത്തിൽ ചില സമയത്ത് ഓടിപ്പോകും അത്രേ, വളരെ വേഗത്തിൽ. അപ്പം ഗുരുദേവൻ ചോദിക്കും, എന്തിനാ ഇത്ര തിരക്കിട്ട് പോകുന്നു? അയ്യോ ഗുരുദേവ, അവിടെ കൊച്ചുമകനുണ്ട്, കൊച്ചുമകൻ ഞാനില്ലാതെ ഉറങ്ങില്ല, ഞാൻ വേണം അവന് ഊണ് കൊടുക്കാൻ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയൊക്കെ വെറുതെയാണ്. നിങ്ങളുടെ കാലങ്ങൾ അയ്യോ എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. എന്നാ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ ഈ മരുന്ന് കഴിക്കുക, പോയി അവിടെ കിടക്കുക, മലർന്ന് കിടക്കുക. കിടക്കാൻ നേരത്തെ കൈയൊക്കെ ഇങ്ങനെ വെക്കണം. ഇയാൾ അതുപോലെ എന്തോ സാധനം കഴിച്ചു, കൈ ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങി. സംഭവം മരിച്ചതിന് തുല്യം. എന്നാ മരിച്ചിട്ടില്ല. കരയാൻ തുടങ്ങി, ഭാര്യ കരയാൻ തുടങ്ങി, കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പം കരച്ചിലൊക്കെ നിർത്തി ആളുകൾ ഇതിനെ ദഹിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കേൾക്കുക. അപ്പൊ ഇദ്ദേഹം പണ്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെക്കേ നിൽക്കുന്ന ആ പ്ലാവ് എന്റെ ചിത ഒരുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ അമ്മ മെല്ലെ പറഞ്ഞു, എടാ മോനെ, അച്ഛൻ ഇരിക്കുമ്പോ ആഗ്രഹം പറഞ്ഞത് ആ പ്ലാവ്, ആ പ്ലാവ് ഒന്ന് മുറിപ്പിക്കണമല്ലോ ആരെക്കൊണ്ടെങ്കിലും. അമ്മ പറയാം, അമ്മേ ഈ അച്ഛൻ അങ്ങനെ അന്ന് അതൊക്കെ പറഞ്ഞു, അമ്മയ്ക്കറിയാലോ ഞാനൊരു വീട് വെക്കുന്ന കാര്യം, പിന്നെ അതിന് പണിത്തരത്ത് ഈ മരത്തിനൊക്കെ എന്താ അമ്മേ വില, അമ്മ ഒന്ന് ആലോചിക്കും. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുറിച്ചോളൂ, എന്നാലും ഇതും കൂടി ഒന്ന് ആലോചിക്കും. ഇപ്പൊ അച്ഛന് ഞാൻ ഇത് ഒരു വീടുണ്ടാക്കി അച്ഛന്റെ ആത്മാവിന് അശാന്തി ഉണ്ടാവുക, എന്നാ നീ അങ്ങനെയാ പറയണെന്ന് വെച്ചാൽ എന്നാ അങ്ങനെ ആവട്ടെ അല്ലേ. അവസാനം അച്ഛനെ സാധാ ഓർഡിനറി ചകരിയിലും ചിരട്ടയിലും ആക്കാൻ തീരുമാനിച്ചു. അവസാനം അച്ഛന്റെ രസമാണ്, ഇതിനെ കുളിപ്പിക്കാൻ എടുക്കുന്ന ഇതുണ്ട്. അപ്പോഴാണ് അച്ഛൻ ഉണരുന്നത്. അപ്പൊ ഇത് കൈ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കൈ എന്ത് ചെയ്യണം? അപ്പൊ വാതില് കുറച്ച് എന്താ പറയാ, നമുക്ക് ഉൾക്കൊള്ളുന്നതിൽ അപ്പുറത്തേക്ക് കഥ പോകുന്നുണ്ട്. പറയണു വാതില് പൊളിച്ചിട്ട് എടുക്കാം, എന്നാലേ കൈ ഇങ്ങോട്ട് കടക്കുള്ളൂ. അപ്പൊ മൂത്ത മോൻ പറഞ്ഞു, അതിന് എളുപ്പം കൈ ഇങ്ങോട്ട് ഒടിക്കണതാ, മരിച്ച ആളല്ലേ, ഇനി എന്തിനാത്ത പുറത്ത് വാതില് പൊളിച്ച്, വാതില് നമുക്ക് നാളെയും വേണമെന്നാ, അതിങ്ങോട്ട് ഒരൊറ്റ പൊട്ടിക്കൽ. ഇയാൾക്കാണ് ഈ കോഴിയുടെ കാലൊക്കെ പൊട്ടിച്ച് നല്ല പരിചയവും. അതൊരു ജോയിന്റ് ആണ് അത്ര. ആ ജോയിന്റ് നോക്കി ഒരു തട്ട് കൊടുത്ത് അത് ഞാൻ ശരിയാക്കി തരാമെന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഇതില് അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ആശ്രമത്തിലേക്കാണ്, ഇനി ഇങ്ങോട്ടില്ല. പിന്നെ സ്വാമിയാർ വന്നു, തലോടി എഴുന്നേൽപ്പിച്ചു എന്നൊക്കെയാണ് കഥ. നമ്മളും മരിച്ചു കിടന്നാൽ ഈ പറയുന്ന ആളുകളൊക്കെ കരയിലും എല്ലാം നമ്മളിപ്പോഴേ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നത്, അവിടെ നിന്ന് എന്താ ചെയ്യാൻ പോണത്. പരിചയമുള്ള ശ്മശാനാണെങ്കിൽ അവിടെ തന്നെയായിരിക്കും മിക്കവാറും. ചാരമായി തീരുന്നത് ഭാവന ചെയ്ത് ഉറപ്പിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയെ ശേഷാ സ്ഥിരത്വമിച്ഛന്തി കിം അദ്ഭുതമിതഃപരം എന്ന് യക്ഷന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ധർമ്മപുത്രർ പറയുന്നുണ്ട്. അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം. ഇതാ രാവും പകലും പോയിക്കൊണ്ടിരിക്കുക യമാലയത്തിലേക്ക്, യമന്റെ അടുത്തേക്ക്. ശേഷാ സ്ഥിരത്വം ഇച്ഛന്തി, ശേഷിക്കുന്നവർ ഇവിടെ സ്ഥിരമാണ് എന്ന് ആഗ്രഹിക്കണു, അല്ലെങ്കിൽ സങ്കല്പിക്കണു. കിം അദ്ഭുതം ഇതപ്പരം, അതിൽ പരം അദ്ഭുതം വേറെന്തുണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ത് എന്ന് ചോദിച്ചപ്പം താജ്മഹൽ എന്നല്ല പറഞ്ഞത്. പിന്നെ ഇതാണ് അത്ഭുതം. ഇതിന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, അതാണ് ഗംഭീരം. അതായത് അജ്ഞാനത്തിന്റെ, മനുഷ്യന്റെ അജ്ഞാന തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് ഇതെന്ന് പറയാറുണ്ട്. എങ്കിൽ കൂടി ഇത് ജ്ഞാനത്തിന്റെ ഒരു ഉയർന്ന തലം കൂടെ ഉണ്ടെന്നാണ്. രണ്ട് പ്രകാരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന് മനുഷ്യന്റെ അജ്ഞത, ഞാനിവിടെ സ്ഥിരമാണ് എന്നത്. ഒന്നോ ഞാനിവിടെ സ്ഥിരമാണ് എന്ന ജ്ഞാനം. അജ്ഞാനത്തിലും ജ്ഞാനത്തിലും രണ്ടും ലക്ഷണം ഒന്നാണ്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ള ജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം തന്നെയാണ്. അപ്പൊ എനിക്ക് പോക്കുമില്ല വരവുമില്ല, ഞാൻ അജോബിസൻ അഭയാത്മ എന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പൊ നാം ദുഃഖിക്കുന്നത് എന്താ? ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ചാണ് നമ്മുടെ ദുഃഖം മുഴുവൻ. എന്നിട്ടോ നമ്മൾ വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കും. അശോച്യാൻ അന്വശോച ത്വം പ്രജ്ഞാവാദാഞ്ച ഭാഷസേ ഗതാസൂൻ അകതാസൂൻ ച ന അനുശോചന്തി പണ്ഡിതാഹ. പണ്ഡിതൻ ഇങ്ങനെ ദുഃഖിക്കില്ല. അപ്പം അറിവും ദുഃഖവും ചേർന്ന് നിൽക്കാൻ പാടില്ലാത്തതാണ്. നിന്നിൽ എന്തോ ഒന്നുണ്ട്, ഒന്നില്ല. ദുഃഖമുണ്ടെങ്കിൽ നിന്നിൽ അറിവില്ല.
അറിവുണ്ടെങ്കിലോ ദുഃഖം ഉണ്ടാവാൻ ഒരു തരവുമില്ല. പക്ഷേ നിന്നിൽ കാണുന്നു. അപ്പൊ നീ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നതോ നിന്നിൽ പാണ്ഡിത്യമില്ലാത്തതാണ്. കേവലം ഭാഷണത്തിൽ മാത്രമാണ് അർജുന. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയോ? ഭാഷണത്തിൽ പാണ്ഡിത്യമാകാം എന്നാണ്. അതായത് ആകാന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നാം, അനുഭവത്തിൽ അപ്പൊ അനുഭവപ്പെടുത്തി കഴിഞ്ഞാൽ ദുഃഖത്തിന് അവകാശമില്ല, സ്ഥാനമില്ല എന്ന് പറയും. ഇനി നമ്മുടെ സ്വരൂപം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇനി എന്താ അടുത്ത ശ്ലോകം അതിഗംഭീരായിട്ടുള്ള ശ്ലോകം. അടുത്ത ശ്ലോകം മാത്രമല്ല, ഇനി അങ്ങോട്ട് വരുന്ന ശ്ലോകങ്ങളെല്ലാം ഉപനിഷത്താണ്. ഉപനിഷത്ത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും ക്രീമായിട്ടുള്ളത്. അതിനെ കാച്ചി കുറുക്കി എടുത്ത് അവതരിപ്പിച്ചാൽ അതിതാണ്. ശാസ്ത്രകാരന് ഇനി ഭാവി ശാസ്ത്രകാരന് പറയാനുള്ളത് ഒക്കെ ഇതാണ്. ഈ 1-ാം അധ്യായത്തിൽ അർജുനൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തികഞ്ഞ ഒരു മതപരമായിട്ടുള്ള ഒരാളുടെ പ്രശ്നങ്ങളാണ്. തികച്ചും അർജുനൻ പറയുന്നത് അങ്ങേയറ്റത്തെ ന്യായമാണ്. നമ്മൾ അങ്ങനെ തന്നെ അതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഭഗവാൻ എന്നൊരാള് ഇതിൽ ഇടപെടുന്നതോടുകൂടി കാര്യങ്ങളാകെ മാറി മറിയണമെന്ന് പറയാം. ഇപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് എന്നിൽ വല്ലാതെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. കാരണം ഈ ഒരു ആള് യുദ്ധം അധർമ്മമാണെന്നും ഗുരുക്കന്മാരെ വധിക്കുക എന്നത് ഒരിക്കലും ശ്രേയസ്സിനെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല, പാപത്തെ മാത്രമേ ആശ്രയിക്കൂ എന്നും വധാർഹരാണ്, ആദതായികളാണ് എന്നുവരെ അർജുനൻ പറയുന്നുണ്ട്. മാത്രമല്ല അർജുനൻ ദുര്യോധനൻ കാണാത്തത് കാണുന്നുണ്ട്. അർജുനൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നു, ഈ യുദ്ധം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്താണ് അത് ഞാൻ നന്നായി കാണുന്നു. അതിനെ അർജുനൻ പറഞ്ഞത് പ്രപശ്യദ്ധി ജനാർദ്ദനാണ്. പക്ഷേ ദുര്യോധനനോ കാണുന്നില്ല എന്ന് പറയാം. ഇത് വലിയൊരു, അതായത് ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അതിന്റെ ഒടുക്കവും കാണാൻ കഴിയുന്നത് ഒരു വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇതൊന്നും മോശമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അർജുനന്റെ വികലമായ ചിന്തകളാണ്. ഒരിക്കലുമല്ല. കാരണം ദുര്യോധനനെ സംബന്ധിച്ച് അതിന്റെ ഒടുക്കം എന്ന് പറയുന്ന ദുര്യോധനൻ കാണുന്നില്ല. പക്ഷെ ഞാനത് ശരിക്കും കാണുന്നു. അർജുനൻ അത് ഭഗവാന്റെ മുൻപിൽ വ്യക്തമാകുന്നു. ഞാനത് കാണുന്നു. മാത്രമല്ല ഈ ഇതില് നമ്മൾ 1-ാം അധ്യായത്തില് ദുര്യോധനൻ പറയുന്ന വാക്കുകളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാല് ദുര്യോധനൻ ഭീമനെയാണ് കാണിക്കുന്നത്. ഭീമനാൽ പരിരക്ഷിക്കപ്പെടുന്ന അവരുടെ സൈന്യം പര്യാപ്തമാണ് എന്ന്. അർജുനനെ ദുര്യോധനൻ കാണിക്കുന്നില്ല. അർജുനൻ ദുര്യോധനന് ഒരു പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഭീമനാണ്. കാരണം മഹാഭാരതത്തിൽ ഇവരുടെ രണ്ടുപേരെയും പഠിച്ചു കഴിഞ്ഞാൽ സമാന സ്വഭാവം ഉണ്ടെന്നാണ് ഭീമനും ഈ പറഞ്ഞ ദുര്യോധനും. കാരണം ഭീമൻ ഏത് രാത്രിയും യുദ്ധം ചെയ്യാൻ റെഡിയാണ്. ഭീമൻ ഇതുകൊണ്ട് തുടങ്ങി കിട്ടാൻ കാത്തിരിക്കുക. ഭീമൻ ഒരു സംശയവുമില്ല. പക്ഷെ അർജുനന് സംശയങ്ങളുണ്ട്. അർജുനന്റെ ആ സംശയം ശരിയായിട്ടുള്ളൊരു സംശയമല്ല. ഇവിടെ നമ്മൾ 11-ാമത്തെ ശ്ലോകത്തിൽ ഈ ഭഗവാന്റെ ആ ഇടപെടലുണ്ട്. കാര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് നമുക്ക് വേണ്ടത്ര ഒരു ഇതിന്റെ ആ ഒരു സ്പിരിറ്റ് കിട്ടാത്തത് എന്നാണെങ്കിൽ മഹാഭാരതത്തിന്റെ എൻഡ് നമുക്കറിയാം. ആ എൻഡിനെ മാറ്റിവെച്ചു എന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ. അതിന്റെ സൗന്ദര്യം അപ്പൊ മനസ്സിലാവും. ഇതിന്റെ ഒടുക്കം എന്താണെന്ന് നമുക്കറിയാം. ഈ പിഞ്ചു കുട്ടികളെ അശ്വത്ഥാമാവ് വകവരുത്തിയതും അതിന്റെ അപ്പുറത്തുണ്ടായതും അതിന്റെ അപ്പുറത്തേക്കുള്ളതും ഇതിന്റെ ഒടുക്കം വരെ നമുക്കറിയാമെന്ന് പറയാം. പക്ഷെ ഒരു യുദ്ധഭൂമിയിലെ ആ യുദ്ധത്തെ, അതായത് ആമുഖമായിട്ട് പറഞ്ഞു മഹാഭാരതത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് സ്ഥൂലം, ഒന്ന് സൂക്ഷ്മം. സൂക്ഷ്മതലത്തിലുള്ള യുദ്ധം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സ്ഥൂലതലത്തിൽ നമുക്ക് ഈ യുദ്ധത്തെ അംഗീകരിച്ചാൽ തന്നെ ഈ യോദ്ധാക്കൾക്ക് ഉണ്ടാവുന്ന അവരുടെ ആ മാനസികാവസ്ഥയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ അർജുനനെ നോക്കണം. ഇപ്പൊ നമുക്കെന്താണ്, നമുക്ക് ഇപ്പൊ അറിയാം ഇതെന്താണ്, ഇതിപ്പം ഇങ്ങനെ വരും, ഭീഷ്മരെ വീഴ്ത്തും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞു.
ആ ഒരു ഭാവത്തിലാണ് നമ്മളിത് കാണുന്നത്. അതിനെയൊക്കെ ഒന്ന് മറന്നിട്ട് അവിടെയൊക്കെ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കൂ അർജുനന്റെ ഇപ്പോഴത്തേതായിട്ട്. അപ്പൊ അർജുനൻ പിന്മാറും എന്നത് ദുര്യോധനനും അറിയുന്നതായിരുന്നു. അർജുനൻ പിന്മാറണം, അർജുനൻ പിന്മാറും. കാരണം അർജുനൻ അത്രയും ഒരു സത്യസന്ധനും മറ്റുമാണ്. പക്ഷെ ആ അർജുനൻ ഇതിൽ തയ്യാറാവുന്നതോടുകൂടി ആ അദൃശ്യമായ ഒരു ഇടപെടൽ, അദൃശ്യമായ അജ്ഞാതമായ ഒരു നേത്രത്തിനും കാണാൻ പറ്റാത്ത ഏതോ ഒരു ശക്തി അർജുനന്റെ ധാരണകളെ മുഴുവൻ മാറ്റിമറിക്കുന്നത് വ്യാസഭഗവാൻ കാണിച്ചു തരിക. അതാണ് ഇവിടുന്ന് 11-ാമത്തെ ശ്ലോകം മുതൽ ആ അജ്ഞാതമായിട്ടുള്ള ഇടപെടൽ, ആ അജ്ഞാതമായിട്ടുള്ള ആ കാരണത്തെ, ആ ശക്തിവിശേഷത്തിന് ഒരു രൂപവും നാമവും കൊടുക്കാമെങ്കിൽ അതിനെ നമുക്ക് കൃഷ്ണനെന്നും ആ രൂപത്തെ കൃഷ്ണന്റെ ഭാവവുമായിട്ട് കാണാമെന്ന് പറയാം. അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അദൃശ്യമായ കാര്യങ്ങൾ. നമ്മളും പലതും നിശ്ചയിച്ചുറപ്പിച്ച് നീങ്ങുന്ന സമയത്ത് മാറി മറിയുന്നില്ലേ? ആകെ കൂടെ അട്ടിമുട്ടി മാറുന്നില്ലേ കാര്യങ്ങൾ? ഏതോ ചില അജ്ഞാതമായ ഇടപെടലിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. പലരോടും അടികൂടാനും ലഹള കൂടാനും ഒക്കെ വരുമ്പോട്ട് ഇറങ്ങി അവിടെ എത്തിയിട്ട് ഒരുമിച്ച് കാണാൻ ചായ കുടിച്ച് തിരിച്ചു വരുന്നത്. ആ അദൃശ്യമായ ഒരു ഇടപെടൽ, അദൃശ്യമായ അജ്ഞാതമായ ഒരു നേത്രത്തിനും കാണാൻ പറ്റാത്ത ഏതോ ഒരു ശക്തി അർജുനന്റെ ധാരണകളെ മുഴുവൻ മാറ്റിമറിക്കുന്നത് വ്യാസഭഗവാൻ കാണിച്ചു തരിക. അതാണ് ഇവിടുന്ന് 11-ാമത്തെ ശ്ലോകം മുതൽ ആ അജ്ഞാതമായിട്ടുള്ള ഇടപെടൽ, ആ അജ്ഞാതമായിട്ടുള്ള ആ കാരണത്തെ, ആ ശക്തിവിശേഷത്തിന് ഒരു രൂപവും നാമവും കൊടുക്കാമെങ്കിൽ അതിനെ നമുക്ക് കൃഷ്ണനെന്നും ആ രൂപത്തെ കൃഷ്ണന്റെ ഭാവവുമായിട്ട് കാണാമെന്ന് പറയാം. അദൃശ്യമായിട്ടുള്ള കരങ്ങളാണ്, അദൃശ്യമായ കരങ്ങൾ. നമ്മളും പലതും നിശ്ചയിച്ചുറപ്പിച്ച് നീങ്ങുന്ന സമയത്ത് മാറി മറിയുന്നില്ലേ? ആകെ കൂടെ അട്ടിമുട്ടി മാറുന്നില്ലേ കാര്യങ്ങൾ? ഏതോ ചില അജ്ഞാതമായ ഇടപെടലിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. പലരോടും അടികൂടാനും ലഹള കൂടാനും ഒക്കെ വരുമ്പോട്ടിറങ്ങി അവിടെ എത്തിയിട്ട് ഒരുമിച്ച് കാണാൻ ചായ കുടിച്ച് തിരിച്ചു വരുന്നത്. അതായത് ഗുരുദേവ് പറയും, ട്രാക്കിലൂടെ പോകുന്ന തീവണ്ടിയെ പോലെയല്ല ജീവിതം എന്ന യാത്ര, അത് ഗംഗാനദിയെ പോലെയാന്ന് പറയാം. കുത്തി മറിഞ്ഞ് കലങ്ങി ആകെ എന്താ പറയാ റൈറ്റ് ടേണും ലെഫ്റ്റ് ടേണും ഒക്കെ അടിച്ച് കയറിയിട്ടും ഇറങ്ങിയിട്ടും ചെരിഞ്ഞും വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോകും. അതങ്ങനെ മദ്രാസ് എന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എറണാകുളത്ത് എത്തുന്ന പോലെ സ്ഥിരം ഒരു വരവല്ല. കുറച്ച് ലേറ്റും കുറച്ച് ഫാസ്റ്റുമായിട്ടുള്ള, ആകെ മാറി മറിഞ്ഞുകൊണ്ട് ആരൊക്കെയോ മാറ്റിമറിക്കുന്ന ഒരു പാറ വീണാൽ മതി. ഗംഗ കഴിഞ്ഞ വർഷം കാണുന്ന ഗംഗയല്ല നിങ്ങൾ ഈ വർഷം പോയാൽ കാണുക. അത് മൊത്തം മാറിയിട്ടുണ്ടാവും, അതിന്റെ ദിശ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഗംഗോത്രി, ഉത്തരകാശി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗംഗയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനിയും മാറാം. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. ഒരു റെയിൽവേ ട്രാക്കിൽ ഓടുന്ന ട്രെയിൻ പോലെയല്ല എന്ന് പറയാം. അത് എപ്പോ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറി മറയാം. ഈ മാറി മറയാൻ, മാറ്റിമറിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും പറയാൻ പറ്റില്ല. അതിനെ വ്യാസൻ കാണിച്ചു തരിക ഇവിടുന്ന് അങ്ങോട്ട്. അതുകൊണ്ട് ഇവിടുന്ന് മുതലാണത്രേ തത്വമസി പ്രകരണം. തത്വമസിയാണ് ഈ ഭഗവത്ഗീതയിലെ വിഷയം എന്നാണ്. അതിലെ ത്വംപദ നിരൂപണമാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത്, ത്വംപദത്തെ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ തുടങ്ങുന്നത് ത്വമ്മിലാണ്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതില് ത്വം, നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. അപ്പൊ നീ ആരാണ്? സുഖസ്വരൂപനാണ്, നീ അതാണ്. പക്ഷെ നീ അതല്ലാത്തതുപോലെ പെരുമാറുന്നു. എന്നിട്ടോ പണ്ഡിതന്മാർ ആരാണ്? പണ്ഡിതന്മാർ ആത്മവിഷയ തത്പരരായിട്ടുള്ളവർ, അവരാണ് പണ്ഡിതനത്രേ. പാണ്ഡിത്യവും ദുഃഖവും ഭഗവാൻ പറയുന്നു അത് ഒരുമിച്ച് ഒരേ സമയം ഇരിക്കില്ല. അതുകൊണ്ട് അർജുന, പോയിട്ടുള്ളവരെ കുറിച്ചോ
ഇപ്പം നിൽക്കുന്നവരെ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. അതുകൊണ്ട് നീ ദുഃഖിക്കുന്നു, അതേസമയം പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. നിന്നിൽ വൈരുദ്ധ്യങ്ങൾ ഞാൻ കാണുന്നു. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒരു നിമിഷമായിരിക്കും അത് കാണുന്നത് നമ്മൾ. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുക എന്ന് പറയും. നോക്കാം. ഇതുവരെ ഇതാണല്ലോ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് വെച്ചത്. അതുകൊണ്ട് നമുക്കിവിടെ വ്യാസഭഗവാൻ, അതും കൂട്ടത്തിൽ പറയട്ടെ, വ്യാസഭഗവാൻ നമ്മൾ ഒരു പക്ഷവും ചേരാൻ നമ്മളോട് പറയുന്നില്ല. നമ്മളൊക്കെ എപ്പോഴും അങ്ങനെ. ഒരു സിനിമ കാണുകയാണെങ്കിൽ പോലും നമുക്ക് അതിലേതെങ്കിലും ഒരു കഥാപാത്രങ്ങളുമായിട്ട് നാം താതാത്മ്യം പ്രാപിച്ച് അവർക്ക് ചെയ്തി വിളിക്കാൻ അല്ലെങ്കിൽ അതിന് ഇവിടെ ശ്രമയും നടത്തണ്ടാണ്. നമുക്ക് നമ്മളെ കാണാനും അതിലൂടെ ഉയരാനും ഉള്ളതാണ്. അതുകൊണ്ട് മുൻപ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളത് വിട്ടേക്കും. അപ്പൊ ഗാന്ധിജിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. അതുപോലെ പാശ്ചാത്യരായിട്ടുള്ള പലർക്കും ഈ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ എന്തുകൊണ്ട് അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു? അർജുനൻ ഒരു നേരായ വഴി തെരഞ്ഞെടുത്തതല്ലേ? ആ നേരായ വഴി തെരഞ്ഞെടുത്ത ആളെ അങ്ങനെ തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അർജുനൻ എടുത്ത തീരുമാനത്തിന് എത്രത്തോളം വ്യക്തതയുണ്ടായിരുന്നു? ഇന്നലെ നമ്മൾ ആചാര്യസ്വാമികൾ അതുവരെ പറഞ്ഞു വെച്ചത് പറഞ്ഞു അല്ലേ? എന്തിനായിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്നാണെങ്കിലോ, അർജുനൻ പരധർമ്മത്തെ സ്വീകരിച്ചാൽ അതും അപകടം. ഇനി അതല്ല, സ്വധർമ്മത്തെ തന്നെ അഹങ്കാരത്തോടു കൂടി ചെയ്യുകയാണെങ്കിലോ അതും അപകടം. അതിനെ മാറ്റേണ്ടതുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് യുദ്ധത്തെ ലീലയാക്കേണ്ടതുണ്ട്, കർമ്മങ്ങളെ മുഴുവൻ ലീലയാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഭഗവാന്റെ ഉദ്ദേശം. ഇവിടുന്ന് മുതൽ ഭഗവാൻ പരമമായ സത്യത്തെ അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം തന്നെയാണ് 2-ാം അധ്യായം. ഭഗവാൻ യാതൊരു ആമുഖവും ഇല്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. പരമമായ ദുഃഖ നിവൃത്തിക്കുള്ള ആത്യന്തികമായ വഴി എന്ത്? അതാണ് പറയുന്നത്. നോക്കാം. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അശോച്യാൻ അന്വശോചഃ ത്വം എന്ന് പറഞ്ഞു. ത്വം, നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. വീണ്ടും ത്വമ്മിനെ കുറിച്ച് പറയാം. ആരാണ് നീ? പറയുന്നു, അഹം തു ജാതു ന ആസം ന. അഹം, ഞാനാര്, നീയാര്? അഹം, ഞാനാകട്ടെ അർജുന, ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ന ആസം ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പറയാം. ഉണ്ടാകാതിരുന്നിട്ടില്ല. ഞാൻ ഒരിക്കലും ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല. പിന്നെ നീയോ? ത്വം ച, നീയും, ന ആസ, നീയും ഇതുപോലെ ഉണ്ടാകാതിരുന്നിട്ടില്ല. ഈ കാണുന്ന ഇമേ ജനാധിപാഹ, നീ ആരൊക്കെയാണോ കാണുന്നത്, ഈ രാജാക്കന്മാരും അതുപോലെ തന്നെ അധഃപരം, ഇതിനു ശേഷവും, വയം സർവേ, നമ്മളെല്ലാവരും, ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും എടുത്തു കഴിഞ്ഞാൽ, ന ഭവിഷ്യാമഹ നച ഏവ, ഇല്ലാതെ ഇരിക്കുകയും ഇല്ല. നീ ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല, ഞാൻ ഉണ്ടാകാതിരുന്നിട്ടില്ല. ഈ കാണുന്ന രാജാക്കന്മാരും ഈ കാണുന്ന എല്ലാം ഇല്ലാതെ ഇരിക്കുകയും ഇല്ല. എന്ന് പറഞ്ഞാൽ നീയും ഞാനും ഈ കാണുന്നതെല്ലാം എന്നും ഉള്ളതാണ് എന്ന് പറയാം. ഉണ്മയിലേക്കാണ് ഭഗവാൻ അർജുനന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുന്നത്. ആചാര്യ സ്വാമികൾ പറഞ്ഞു, ആത്മജ്ഞാനം നേടാതെ ദുഃഖനിവൃത്തി ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അശോച്യാൻ എന്നുള്ള ശ്ലോകങ്ങൾ തുടങ്ങിയെന്ന്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ആരാണ് നീ? ഇവിടെ ഭഗവാൻ, ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നമ്മളൊക്കെ തുല്യരാണ് എന്ന്. ഈ ഒരു നിലയിൽ ഭഗവാൻ പറയുന്നത് തുല്യതയെക്കുറിച്ചല്ല, പിന്നെയോ അതുല്യമായതിനെ കുറിച്ചാണ് എന്ന് പറയാം. തുല്യത, നീയും ഞാനും ഒക്കെ തുല്യരല്ല, പിന്നെയോ അതുല്യരാണ് എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെയൊക്കെ സ്വരൂപം ഉണ്മയാണ്. അതായത് ഞാനും നീയും ഈ കാണുന്നതെല്ലാം എന്നും ഉള്ളതാണ്. അതുകൊണ്ട് ഇതിന് ഇല്ലായ്മയോ ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊരു ആശയങ്ങൾ ഇങ്ങനെ തുടർന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇതിന്
ഉള്ളതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മയോ ഇത്യാദി കാര്യങ്ങളൊന്നും സംഭവിക്കുന്നതല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങളും കൂടെ, ഈ 1-2 ശ്ലോകങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമുക്കിതിനെ പരിശോധിക്കേണ്ടതെന്ന് പറയാം. നോക്കാം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ താം തിതിക്ഷസ്വ ഭാരത. ഭഗവാൻ പറയുന്നു, ദേഹിനഃ അസ്മിൻ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരഃ തത്ര ന മുഹ്യതി. അർജുന, അസ്മിൻ ദേഹേ, അവിടെ ഭഗവാൻ തൊട്ടു മുൻപ് എനിക്കും നിനക്കും ഈ കാണുന്ന രാജാക്കന്മാർക്കും ഒന്നും തന്നെ ഇല്ലായ്മ എന്നൊന്നില്ല, ഞാനും നീയും ഒക്കെ എന്നും ഉള്ളതാണ് എന്ന് പറഞ്ഞു. ഇനി അത് അർജുനന് മനസ്സിലാവുന്നില്ല എങ്കിൽ ശരീരത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ പറയാണ്, അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ അർജുന, കൗമാരം യൗവനം ജര യഥാ ഭവതി, എങ്ങനെയാണോ കൗമാരവും യൗവനവും ജരയും. നമ്മളൊക്കെ എങ്ങനെയാണ് ചെറിയ കുട്ടിയായി ഇരുന്നത്, ഇല്ലേ? ശിശുവായിട്ടിരുന്നത്. ശിശു എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷീയും ഷൂയും മാത്രമുള്ള സമയത്ത്, ഷീ എന്ന് പറഞ്ഞാൽ 1, ഷൂ എന്ന് പറഞ്ഞാൽ 2, ഈ 1ഉം 2ഉം മാത്രം ആയിട്ട് കഴിയുന്ന കാലത്തെയാണ് ശിശു എന്ന് പറയാം. അപ്പൊ ശിശുവിന്റെ അവസ്ഥ, അതിൽ നിന്ന് വളർന്ന് കുറച്ചുകൂടിയൊക്കെ വളർന്ന് കുമാരനായി, പിന്നെ യുവാവായി, ഇങ്ങനെ പല മാറ്റങ്ങളും ശരീരത്തിന് വരുന്നുണ്ട്. അതിന് പറയുന്നു ഇവിടെ കൗമാരം, യൗവനം, ജര, വാർദ്ധക്യം. ഈ മാറ്റങ്ങളിലൊക്കെ പറയുന്നു യഥാഭവതി, ഏത് പ്രകാരത്തിലാണോ ഇത് സംഭവിക്കുന്നത് അതുപോലെ തഥാ ദേഹിനഃ, ഈ ദേഹത്തെ ധരിച്ചിട്ടുള്ള ദേഹാഭിമാനമുള്ള ഒരു ജീവന് ദേഹാന്തരപ്രാപ്തി, ദേഹാന്തരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പതനത്തിന് ശേഷം എന്തുണ്ടാവുന്നു? ശരീരത്തിന് പതനം ഉണ്ടാവുന്നു, ദേഹാന്തരപ്രാപ്തി. അത് ദേഹവും ഇതുപോലെ ഒരു മാറ്റത്തിന് വിധേയമാവുന്നു. ആ വിഷയത്തിൽ തത്ര ധീരഃ, ധീരൻ ന മുഹ്യതി, മോഹിക്കുന്നില്ല. ഇനി അങ്ങനെ നോക്കിയാലും ദുഃഖത്തിന് അവകാശമില്ല എന്ന് പറയുന്നു. ധീരൻ എന്ന് പറഞ്ഞാൽ വിഷയേഭ്യ ദിയം രാതി ഇതി ധീരഹാന, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവൻ. അതായത് ഇന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് ശരീരത്തിനൊരു മാനമുണ്ട് എന്നറിഞ്ഞാൽ ദേഹത്തിന്റെ നാശത്തിൽ ഞാൻ നശിക്കുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ ആദ്യം പറഞ്ഞത് ഞാനും നീയും ഈ കാണുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ശരീരമല്ല എന്ന് പറയാം. ഇത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നാമരൂപത്തോടുകൂടി നാം അതിനെ മനസ്സിലാക്കുന്ന സമയത്ത് അത് സ്ഥിരമായിരിക്കില്ല. നാമവും രൂപവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നാമരൂപമാണ് സത്യമെന്ന് നാം കരുതിയാൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും ശാശ്വതമായ നിലനിൽപ്പ് കാണില്ല. കാരണം അത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലേ? ആ അരിമാവ് എടുത്തു, ഇഡലി ഉണ്ടാക്കി, വീണ്ടും അത് ബാക്കി വന്നു, അതിനെ മറ്റു പലതും ആക്കി, ഇങ്ങനെ മാറുന്നു അതില്ലേ? അപ്പൊ അതിങ്ങനെ അത് കഴിഞ്ഞു എന്ന് പറയുക, അല്ലെങ്കിൽ അത് തീർന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നാമരൂപാദികളുടെ അഭാവത്തിലാണ് അതിന്റെ ഉണ്മയെയും ഇല്ലായ്മയെയും നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ഭഗവാൻ നാമരൂപാദികളെയൊക്കെ മാറ്റിക്കൊണ്ടാണ് എന്നെയും നിന്നെയും ഈ പറഞ്ഞതിനെയൊക്കെ പറഞ്ഞത്. ഇനി ശരീരത്തിന്റെ നിലവാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോധസ്വരൂപൻ ഈ ശരീരത്തിലെ മാറ്റങ്ങളെ മുഴുവൻ നിരീക്ഷിക്കുന്നവനാണ്, അല്ലെ? എന്നിലെ ബാല്യാവസ്ഥ കടന്നുപോയത് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ പഴയ ഫോട്ടോ കാണുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റുന്നത്, അത് എന്റേതാണ്, ഞാനാണ്. അതേ സമയത്ത് യുവാവായിരുന്ന എന്റെ ഫോട്ടോ നോക്കി ഞാൻ പറയണു ഇത് ഞാനാണ്, ഞാൻ അന്ന്, അല്ലേ? ഞാൻ അന്ന് ഐ വാസ് ഇൻ ലഡാക്ക് സർവീസിലിരിക്കുമ്പോൾ.
ആ സർവീസിലിരിക്കുന്ന ആ കൊല്ലവും ആ ഇതുമൊക്കെ അയവിറക്കുന്ന സമയത്ത് ആ സംഭവത്തെ എനിക്ക് മാറി നിന്ന് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ഓർമ്മ വെച്ച മുതൽ. ഇപ്പൊ കുട്ടിയായി മുട്ടിട്ടഴിയുന്നൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ അതുകൂടെ കാണാൻ പറ്റുന്നവരുണ്ട്, പിറകിലേക്ക് പോയിട്ട് കാണുന്നവരുണ്ട്. അതായത് ഈ മഹാഭാരതം നമ്മളെ സംബന്ധിച്ച് പലതും ഒരു പൊട്ടത്തരാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ മനസ്സിലാക്കാൻ തന്നെ ഈ ആരംഭത്തിലെ ഇത്യാദി സംശയങ്ങളൊക്കെ കടന്നുകൂടി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എല്ലാം ഒരു വെടിത്തരായി തോന്നും. ഇതും ഈ പറയുന്നതൊക്കെ. ഇപ്പൊ സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്തു ഭഗവാൻ എന്ന് പറയുന്നു. മഹാഭാരതത്തിൽ വളരെ വ്യക്തമാണ്. സഞ്ജയന് കൊടുത്തിട്ടുള്ള ദിവ്യദൃഷ്ടി അത് നന്നായി മനസ്സിലാക്കണം. എങ്ങനെയാണ്? സഞ്ജയന് വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ദൂരെ നടക്കുന്നത് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. പക്ഷെ സഞ്ജയൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നാണ് ഇതൊക്കെ കാണുന്നത്. കാണുക മാത്രമല്ല, അടുത്തു നിന്ന് സംസാരിക്കുന്നത് സഞ്ജയൻ അറിയാം. എന്താണ് അവർ സംസാരിക്കുന്നത്? വളരെ ദൂരെയുള്ള കാര്യങ്ങൾ. ഹസ്തിനപുരിയിൽ ഇരുന്ന് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ സഞ്ജയൻ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് ധൃതരാഷ്ട്രർക്ക് സംശയം തോന്നണ്ട എന്ന് കരുതിയിട്ട് സഞ്ജയൻ നേരിട്ട് പറയുന്നുണ്ട് ധൃതരാഷ്ട്രോട്. വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തൊക്കെ ഉണ്ടെന്നറിയോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ? വെറും കാഴ്ചയിൽ മാത്രമല്ല, ദൂരെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാം. അതുപോലെ യുദ്ധഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിക്കാം. ഒരപായം, ഒരു ശരം പോലും അദ്ദേഹത്തിന്റെ ദേഹത്ത് മുറിവേൽപ്പിക്കില്ല എന്ന് പറയാം. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാം. ആ വരവും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് യഥേഷ്ടം യുദ്ധഭൂമിയിൽ വിഹരിക്കാനുള്ള ഭാഗ്യം, സൗഭാഗ്യം വ്യാസഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് മഹാരാജൻ, ഞാൻ ഇതെല്ലാം നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ അങ്ങയോട് പറയുന്നത്. അങ്ങനെ ശിഖണ്ഡിയാൽ ഭീഷ്മര് വീഴുന്നതും എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിസ്തരിച്ച്. എന്നാൽ നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് ഒരു ശാസ്ത്ര മാഗസിനിൽ ഒരു അമ്മ അവരിപ്പോഴും ഉണ്ട്, പകല് നക്ഷത്രങ്ങളെ കാണുന്നു. പകൽ അവർ നക്ഷത്രങ്ങളെ കാണുന്നു, പകല്. പിന്നെ ഒരാള് എവിടെയാ, അതെ, ഒരാള് ഒരു ആക്സിഡന്റ് ആയ സമയത്ത്, ഇതൊക്കെ വിദേശത്ത് നടന്നിട്ടുള്ളതാണ്. ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടാവുന്നതാണ്. ഇപ്പോഴും ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് അമേരിക്കയിൽ ഇരുന്ന് ഇവിടത്തെ ഈ ജ്ഞാനയജ്ഞം കാണാം. നിങ്ങൾ സയൻസിൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അത് അത്ഭുതമാണ്. അദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് കണ്ണടച്ച് അതൊന്ന് ഒരു ഇത് ചെയ്യണം, ട്യൂൺ ചെയ്യണം. എന്നിട്ട് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതെല്ലാം കാണാം. അതെങ്ങനെ സ്വാമി? അദ്ദേഹം പറയുന്നത് കളവാണെങ്കിലോ? അദ്ദേഹത്തിന്റെ കണ്ണിൽ എന്താണോ കാണുന്നത് അതിനെ ഒപ്പിയെടുത്തിട്ടുള്ള ക്യാമറകൾ അതിനെ മുഴുവൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതായത് ടി വിയിൽ പ്രോഗ്രാം കാണുമ്പം അതിനെ നമ്മൾ ഷൂട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതിനെ പിക്ചർ എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ. ഇതൊക്കെ ശാസ്ത്ര ലോകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യങ്ങളാണ്. ആധുനിക ശാസ്ത്രത്തില് ഇതൊന്നും ഇല്ലാത്തതല്ല. അപ്പൊ ഒരു മഹാത്മാവ് സഞ്ജയന്റെ ഈ ദിവ്യദൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നണ്ട എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇത് ഇന്ന് ഈ കാലത്ത് തന്നെ ചിലർക്കുണ്ട്. ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിൽ എന്തോ സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് ഏത് നേരവും പാട്ട് കേൾക്കും. അവസാനം ഓപ്പറേഷനൊക്കെ ചെയ്ത് നോക്കിയ സമയത്ത് ഏതോ ഒരു 500 കിലോമീറ്റർ അപ്പുറത്ത് ഒരു റേഡിയോ സ്റ്റേഷനിലെ എല്ലാ പ്രോഗ്രാമും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അതെ, എന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടേനെ. ഈ കേബിളിന്റെ കാശ് കൊടുക്കാതെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ചാനൽ മാറ്റി ഇല്ലേ? നോക്കൂ, നിങ്ങൾ അറിഞ്ഞാൽ അത്ഭുതപ്പെടാൻ നിങ്ങൾ കുറച്ച് സയൻസ് നമ്മൾ പഠിക്കാൻ, അതായത് ശാസ്ത്രത്തിന്റെ പുതിയ പുതിയ കണ്ടെത്തലുകൾ, ആധുനിക ശാസ്ത്രജ്ഞന്റെ പുതിയ പുതിയ കാൽവയ്പ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് ഒരല്പം ശ്രദ്ധ വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. അതായത് വ്യാഴത്തിലേക്കും ബുധനിലേക്കും സൂര്യനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ വാഹനം നിർമ്മിച്ച് അതിനകത്ത് പൂച്ചയെയും പട്ടിയെയും അല്ലെങ്കിൽ മനുഷ്യന്മാരെയൊക്കെ കടത്തിവിടുന്നത് വലിയ പണച്ചെലവാണ് ഒന്ന്. പിന്നെയോ ഇത് മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങൾ.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന് അവിടെ എന്താണ് എന്നറിയാനുള്ള സാധ്യതയെ ഡെവലപ്പ് ചെയ്യുക. കാരണം നമ്മുടെ ബുദ്ധിയുടെ തലച്ചോറിന്റെ വളരെ കുറഞ്ഞൊരു ശതമാനമേ നാം ഉപയോഗിച്ചിട്ടുള്ളൂ. 6.5% എന്തോ ഉപയോഗിച്ച ആളാണ് അത്ര ഐൻസ്റ്റീൻ. നമ്മുടെയൊക്കെ ഗതി എന്തായിരിക്കും? ബാക്കി 94 കിടക്കുകയാണ്. ഒരു ഋഷിയെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 100 ഉപയോഗിച്ചു കഴിഞ്ഞതാ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപ്പുറത്തേക്കുള്ളത് പറയാൻ പറ്റുന്നത്. ഇതൊരു അത്ഭുതമല്ല. നമുക്ക് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഇങ്ങനെയാണ്. അതൊന്നും ഇല്ലാത്തത്. 50 വർഷം മുൻപ് ആയിരുന്നു നമ്മളൊക്കെ ജനിച്ചിരുന്ന ആ 50 വർഷം മുൻപ്, ആ 50 വർഷം മുൻപിലേക്ക് നമുക്ക് വന്നിട്ട് ഒന്ന് നിങ്ങളോട് നമ്മൾ സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ എനിക്ക് ഫോണിൽ കിട്ടും എന്ന്. നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം, ഇത്ര പോകുന്നൊരു ഇൻസ്ട്രുമെന്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. നമ്മുടെ ഈ പരിപാടി തന്നെ ഇപ്പം ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാലോ അല്ലേ? ഈ സാധനത്തിനെ നമുക്ക് സാറ്റലൈറ്റ് വഴിയിൽ ലോകത്തിന് മുഴുവൻ ഇപ്പം പ്രദാനം ചെയ്യാം. ശാസ്ത്രം അങ്ങനെ വികസിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്? ആരാണ് ഇതിനെയൊക്കെ അറിയുന്നത്? അപ്പൊ എന്ത് കേട്ടാലും ആദ്യം തന്നെ പറയാം, അതൊക്കെ വെറുതെ എഴുതി വെക്കുന്ന. അങ്ങനെയുള്ള ഒരു മനസ്സിന് ഇതൊന്നും മനസ്സിലാവില്ല. അതായത് ആശയത്തെ ആമാശയം കൊണ്ട് നേരിടരുത് എന്ന് പറയാം. 50 വർഷം മുൻപ് ആയിരുന്നു നമ്മളൊക്കെ ജനിച്ചിരുന്ന ആ 50 വർഷം മുൻപ്, ആ 50 വർഷം മുൻപിലേക്ക് നമുക്ക് വന്നിട്ട് ഒന്ന് നിങ്ങളോട് നമ്മൾ സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ എനിക്ക് ഫോണിൽ കിട്ടും എന്ന്. നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം, ഇത്ര പോകുന്നൊരു ഇൻസ്ട്രുമെന്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. നമ്മുടെ ഈ പരിപാടി തന്നെ ഇപ്പം ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാലോ അല്ലേ? ഈ സാധനത്തിനെ നമുക്ക് സാറ്റലൈറ്റ് വഴിയിൽ ലോകത്തിന് മുഴുവൻ ഇപ്പം പ്രദാനം ചെയ്യാം. ശാസ്ത്രം അങ്ങനെ വികസിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്? ആരാണ് ഇതിനെയൊക്കെ അറിയുന്നത്? അപ്പൊ എന്ത് കേട്ടാലും ആദ്യം തന്നെ പറയാം, അതൊക്കെ വെറുതെ എഴുതി വെക്കുന്ന. അങ്ങനെയുള്ള ഒരു മനസ്സിന് ഇതൊന്നും മനസ്സിലാവില്ല. അതായത് ആശയത്തെ ആമാശയം കൊണ്ട് നേരിടരുത് എന്ന് പറയാം. എന്തും നമുക്ക് ഈ ആമാശയം കൊണ്ട് നേരിട്ട് ഇതിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം യുക്തിഭദ്രമാണ്, നാം അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. ഞാൻ എന്നും ഉള്ളവനായിരുന്നു എന്ന് പറയുമ്പം ഞാൻ ശരീരമല്ല. ഈ ഭഗവാന്റെ ഈ ഒരു ഒറ്റ പ്രഖ്യാപനം തന്നെ, ഈ ഇതിൽ തന്നെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ആരംഭത്തില് അതായത് 12ാമത്തെ ശ്ലോകത്തില് ഇവിടെ ഇതം സർവം ഈശാവാസ്യം എന്ന് ഭഗവാൻ വേറൊരു പ്രകാരത്തിൽ പറഞ്ഞു. ജഗത് ബ്രഹ്മസത്യം, ജഗത് നിത്യ. ജഗത് എന്ന് പറഞ്ഞാൽ നാമവും രൂപവും. നാമരൂപങ്ങൾ അയഥാർത്ഥ്യമാണ്, ഇല്ലാത്തതാണ്, ദേശകാലങ്ങളെ അനുസരിച്ചിരിക്കുന്നു. അപ്പൊ അർജുന, നീയും ഞാനും ഈ കാണുന്നതും ഒക്കെ ഒന്നാണ്. ഇനി നിനക്കത് ഒന്ന് വിചാരം ചെയ്യണമെങ്കിൽ, നമുക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ അനുഭവം എടുക്കുക. എന്റെ കുട്ടിക്കാലം, എന്റെ യുവത്വം, എന്റെ ഇപ്പം. എങ്ങനെയാണോ ഞാൻ എന്റെ ഇന്നലകളെ നിരീക്ഷിക്കുന്ന സമയത്ത് ഞാൻ ഇതിന് സാക്ഷിയായി നിലകൊള്ളുന്നത്, എങ്കിൽ എന്റെ അഭാവത്തിൽ, ശരീരത്തിന്റെ അഭാവത്തിലും ഞാൻ നിത്യൻ തന്നെയാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ശങ്കരാചാര്യസ്വാമികളൊക്കെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാൻ പറയുന്ന ധ്യാനത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന ബ്രഹ്മജ്ഞാനാവലിമാല പോലുള്ള ഗ്രന്ഥങ്ങൾ. അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമൗവ്യയഃ
നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമേവ ച അനന്താനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. അഹമേവ അഹം, അഹം അവ്യയഃ. അർജുന, നീ അതാണ്. എല്ലാ ദുഃഖ നിവൃത്തിക്കുള്ള ഏക പോംവഴി ഞാൻ ആരെന്നറിയുന്ന ഈ ആദ്യത്തെ പ്രക്രിയ അല്ല. ഞാൻ ശരീരമാണ്, മനസ്സാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടായ വികാര വിചാരങ്ങളും അതിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ള മറ്റു പലതും ഞാനാണ് എങ്കിൽ അതിന് വൃദ്ധിക്ഷയങ്ങളുണ്ട്. അപ്പൊ എനിക്കതുണ്ടാവും. ഭഗവാൻ ആദ്യം നിഷേധിച്ചത് അതിനെയാണ്. നിഷേധിക്കുകയല്ല, ആ സത്യത്തെ വെളിപ്പെടുത്തി തരിക. ഇത് സ്വാമി, ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾ പറയൂ. ഇതെങ്ങനെ വെറുതെ പറയുന്നതാവും? എന്നാൽ ഇതിനപ്പുറത്തൊരു മാനം നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റണം. 2 കാലും അമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള, മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള ഒരാളോട് ചോദിക്കൂ, ഞാൻ എന്ന ബോധത്തിന് മുറിവേറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. ഈ ഒരൊറ്റ ദൃഷ്ടാന്തം പോരെ? ഞാൻ ശരീരമനോബുദ്ധികൾക്കപ്പുറത്താണ് എന്റെ മാനമെന്ന്. കേവലം നാം ഒരു ശരീരമല്ല എന്ന് അറിയുമ്പോൾ തന്നെ, അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു ആനന്ദം ഉണ്ടാവണം, വേണം. ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അതായിരിക്കണം നമ്മുടെ മെഡിറ്റേഷൻ സീറ്റ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം. അവിടെ ശിവോഹം പറയുമ്പം ഈ ഭഗവാന്റെ അമ്പലോ രൂപോ അല്ലെങ്കിൽ കഴുത്തിലൊരു ശിവൻ ഇരിക്കുന്ന പാമ്പോ ഒന്നും വേണ്ട. എല്ലാ നാമരൂപാദികളും അടങ്ങട്ടെ എന്ന് പറയാം. എന്നിലെ ഞാനിനെ അറിയാൻ. അവിടെ അതിലെ അങ്ങോട്ട് നാരായണ ഗുരുദേവൻ പറയുന്ന ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം. ഉപനിഷത്ത്. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ബോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്താൽ എവിടെന്നാണ് ഇതൊക്കെ ഉദിച്ചു വരുന്നത്? ആ ഒരു വീര്യത്തിൽ നിന്ന്, ഉണർവിൽ നിന്ന് അമൃതത്വത്തെ നീ പ്രാപിക്കണം. ആദ്യം തന്നെ നമ്മളോട് പറയുന്നു, നമ്മൾ ആരാണ്? ഇതിൽ കുറഞ്ഞൊന്നുമല്ല നമ്മൾ. അപ്പൊ ഞാൻ ഇരിക്കേണ്ടടത്ത് ഞാൻ ഇരിക്കണം. ഞാൻ ഇരിക്കേണ്ടടത്ത് ഞാൻ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ വല്ലവരും കയറിയിരിക്കും. പറയാറില്ലേ, അവിടെ ആരാ കയറിയിരിക്കുക? അവനവൻ ഇരിക്കില്ലേ? നിങ്ങൾക്കറിയാലോ സ്വാമി പറയണ്ട. അപ്പൊ ഞാൻ എവിടെ ഇരിക്കണം? അസംഗോഹം അസംഗോഹം. എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ. അത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് വല്ല കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം അതാ. വല്ല അസുഖം പിടിച്ച് ഇന്നിപ്പോ പോയി നാളെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമായിട്ട് എന്തോ ഒരു കുഴപ്പം. അപ്പോഴാണ് അവിടെ ഡോക്ടറെ അടുത്ത് പോകാൻ പറയുമ്പോ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ശരീരത്തിനപ്പുറത്ത് എനിക്കൊരു ഉണ്മയുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ശരീരത്തിന്റെ ധർമ്മം, അതിൻ്റെതായിട്ടുള്ള ചില ധർമ്മങ്ങളുണ്ട്, അതിന് നാശമുണ്ട്, അതാ സത്യമാണത്. പക്ഷെ അതിന്റെ ഇപ്പൊ ഏറ്റിട്ടുള്ള ചില ചെറിയ കേടുപാടുകളൊക്കെ നേരെയാക്കാനുള്ള സംവിധാനം പ്രകൃതി ഒരുക്കിയിട്ടുമുണ്ട്. അതിനെ നിഷേധിക്കലല്ല വേദാന്തം. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ഋഷിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. എന്ത്? ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമതോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു തഥാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേമയി സന്തു തേമയി സന്തു.
ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങളൊക്കെ എന്നിൽ സംഭവിക്കണമെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങൾ സചേതനമായിട്ടിരിക്കേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഷേധിച്ച് ശരീരത്തെ നിഷേധിക്കുന്ന ഒരുവന് ഇത് പരസ്പര പൂരകമാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഭഗവാൻ ഉടനെ ആദ്യം തന്നെ പരമമായ സത്യത്തെ പറഞ്ഞിട്ട് ശരീരത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ സത്യത്തെ അറിയണം, എങ്ങനെ ഇതിനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ദിവസവും ധ്യാനിച്ചുറപ്പിക്കണം. എനിക്കിതിനപ്പുറത്തൊരു ഉണ്മയുണ്ട്. നിദ്രയിലേക്ക് പ്രവേശിച്ച ഞാൻ എല്ലാറ്റിനെയും നിഷേധിച്ചില്ലേ? അവിടെ അതാണ് അതിവർത്തിക്കുക, നിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിദ്രയിൽ സംഭവിക്കുന്നത് അതാണ്. ബാക്കി എല്ലാ അനുഭവങ്ങളും കൊഴിഞ്ഞു വീണ് വേറെ ഏതോ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വീഴുന്നു. അതാണ് എനിക്ക് ഏറ്റവും ആനന്ദം തരുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ. അതറിയാതെയാണെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അതിനെ നാലാമത്തേത് എന്ന് പറഞ്ഞത് സമാധി എന്ന്, തുരീയം. ഭഗവാൻ ആദ്യം തന്നെ ഇതിനെ പറഞ്ഞിരുന്നു. ഒരു യുക്തിഭദ്രമാണോ, അല്ലെങ്കിൽ ഇത് ഒന്ന് വളരെ നന്നായിട്ട് ആലോചിച്ചോളൂ. ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ട്, പലതുണ്ടോ? ഈ ഓരോന്നിനും ഭഗവാൻ പറയണു ഇതൊന്നും ഇല്ലാതെയാവില്ല, ഇതൊക്കെ എന്നും ഉള്ളതാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്നും ഉള്ളത്? ആ ഉള്ളതിനെയാണ് കാണിച്ചു തരുന്നത്. വലിയൊരു ചൂണ്ടലാണത്. അതും യുദ്ധഭൂമിയിൽ വെച്ചിട്ട്. അതിനെയും ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാം, ഇങ്ങനെയൊരു ക്ലാസിക്. അതുകൊണ്ടാണ് ഇത് അത്രയും ഗംഭീരമായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യരായിട്ടുള്ള ഇതിൽ ഒരാളുണ്ടല്ലോ, എമേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള്, പാശ്ചാത്യ അമേരിക്കൻ തത്വചിന്തകനാണ്. 19-ാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന മഹാപ്രതിഭ എമേഴ്സൺ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം മഹാഭാരതം വായിച്ച് ഞെട്ടിപ്പോയ ആളാണ്. കൃഷ്ണന്റെ ഈ ഇടപെടൽ കണ്ടിട്ട് അദ്ദേഹം കിതാബ് മടക്കി വെച്ച് കുറെ നേരം ധ്യാനിച്ചു എന്നാണ്. എന്താണ് ഇത് സംഭവം? കാരണം നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ, ആ വിശാല ബുദ്ധി ഉണ്ടല്ലോ, ആ വിശാല ബുദ്ധിയിലേക്ക് നമ്മളൊന്ന് കയറി ചെല്ലാൻ ശ്രമം നടത്തുമ്പോഴേക്കും നമ്മൾ സമാധിയാവും. കാരണം അത് ഇതുവരെ അർജുനൻ പറഞ്ഞു വെച്ചതും പിന്നെ ഭഗവാൻ കൊടുക്കുന്ന ഡോസും എന്താണ്? ഏറ്റവും കൂടിയ ഡോസാന്ന് പറയാം. കാരണം അർജുനൻ ചോദിച്ചതേ അങ്ങനെയാണ്. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ ഒരാളോട് ഇങ്ങനെ ആരെങ്കിലും പറയും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു രോഗിയായ ഒരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ല. അർജുനൻ ഇത് അർഹിക്കുന്നു. അർജുനൻ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ആ അർജുനന്റെ കണ്ണുകൾ കണ്ടപ്പോഴേ ഭഗവാന് ഇത് തന്നെയാ കൊടുക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഭഗവാൻ വളരെ ലേറ്റായിട്ടാണ് കൊടുക്കുന്നത്. നല്ല കടുപ്പത്തിലൊരു ചായയാണ്. ഈ വല്ലാതെ ക്ഷീണിച്ചു വരുമ്പോൾ നല്ല കടുപ്പത്തിൽ ഒരു ചായ കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. നല്ല ചൂടിൽ നല്ല പൊടിച്ചായ എന്ന് പറയും, കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞു. അതാ നല്ല എല്ലാ ഉറക്കവും പോകുന്ന. അതുകൊണ്ട് ഇതൊക്കെ എടുത്തു വെച്ച് സാവകാശം ആലോചിക്കുക. ഗീത കേട്ട ആളുകൾ ശരിയാവുമോ? അതൊക്കെ വിട്ടേക്കും നിങ്ങൾ. മറ്റുള്ളവർ ശരിയാവുമോ ശരിയാവില്ലേ എന്നുള്ളതൊക്കെ എന്തിനാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്? ഇല്ലേ? ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ഞാനും ഭഗവത്ഗീതയും. ഇത് ശരിയാണോ നോക്കാം. അതുകൊണ്ട് ശരീര മനോബുദ്ധി ഉപാധികൾക്കപ്പുറത്ത് ഒരു മാനമുണ്ട് അർജുന. ആ മാനം എന്താണ്? അസ്മിൻ ദേഹേ കൗമാരം യൗവനം ജരാ യഥാ ഭവതി തഥാ ദേഹിനഃ ദേഹാന്തര പ്രാപ്തി ഭവതി. ഏത് പ്രകാരത്തിൽ ഒരു ജീവൻ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുവോ അനന്തരം അത് പല മാറ്റമാണ് ജീവിതം. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റമാണ്. ഒരു വിത്ത് മരിക്കുകയല്ല വാസ്തവത്തിൽ. എന്താ പറയുക, വൃക്ഷം ജനിക്കുന്ന സമയത്ത് അത് അതിന്റെ പൂർത്തീകരണമാണ്. അതിന്റെ മുഴുവൻ പൂർണ്ണഭാവത്തോടുകൂടിയുള്ള ആവിഷ്കൃതമാകലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മരണം എന്നുള്ളത് എന്താണ്? നമ്മുടെ ആവിഷ്കാരമാണ്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നാം അനുഭവിക്കുന്നത്. തെറ്റായ കുറെ കീഴ്വഴക്കങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയിരിക്കുക. മരിച്ചാൽ വാവിട്ട് കരയണമെന്നും നെഞ്ചത്തടിച്ച് കരയണമെന്നും തലയിടിച്ച് കരയണമെന്നും ഇല്ലേ? ഇങ്ങനെ പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇവിടെ ഭഗവത്ഗീതയ്ക്ക് നമ്മളോട് ഏറെ പറയാനുണ്ട്.
അപ്പൊ ഈ മനുഷ്യൻ കേവലം ഒരു ശരീരമോ മനസ്സോ അല്ല, ആന്തരിക അവബോധമാണ്. അതിനെ ഞാൻ അറിയേണ്ടതുണ്ട്. അതിനെ അറിയാതെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം വ്യർത്ഥമാണ് എന്നൊക്കെയാണ്. അതിനെങ്ങനെ അറിയും? അതിനെക്കുറിച്ച് വിസ്തരിക്കാൻ പോകുന്നത് ഇനി. ആദ്യം ഏതായാലും ഇതിനെക്കുറിച്ചൊരു ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് അറിയാം. ഇനി അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളാണ് തുടർന്ന് വരുന്നത്. പറയുന്നു, മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ താം തിതിക്ഷസ്വ ഭാരത. അർജുന, മാത്രാ സ്പർശാഃ തു ഹേ കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിന അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. ഭഗവാൻ അർജുനനെ ഇവിടെ രണ്ടു പേര് വീണ്ടും വിളിക്കുന്നു. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിയമ്മയുടെ മകനെ, കുന്തിപുത്ര. ഹേ ഭാരത. ഭാസയതി ഇതി ഭാ, ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്. രഥ, അതിൽ രമിക്കേണ്ടുന്നവൻ. അങ്ങനെയാണ് ഭാരതീയർ. വെറുതെ ഒരു കുറിയും തൊട്ട് ഭാരത് മാതാക്കി പറഞ്ഞതുകൊണ്ടൊന്നും ഭാരതീയനാവില്ല. പിന്നെയോ ഈ അറിവിൽ ആനന്ദിക്കണം. എന്നിട്ട് വിളിക്കണം ഭാരത് മാതാക്കി ജയെന്ന്. ആ അറിവിന്റെ കിട്ടുന്ന സമയത്തുണ്ടാവുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതിൽ വെറുതെ റോഡ് ബ്ലോക്കാക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കിയിട്ട് വിളിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പം ഹേ ഭാരത, കൗന്ദേയ. കൗന്ദേയ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇവിടെ അർജുനന് വേദാന്തത്തിലെ ഒരു സാധകൻ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ഗുണത്തെ ഉപദേശിക്കുകയാണ്. തിതിക്ഷ. നീ തിതിക്ഷയുള്ളവനായിട്ടിരിക്കൂ എന്ന് പറയുമ്പം നിന്റെ അമ്മയ്ക്ക് അത് നല്ലവണ്ണം ഉണ്ടായിരുന്നു. തിതിക്ഷയുടെ മൂർത്തിയാണ്. തിതിക്ഷയ്ക്ക് ഒരു രൂപം കൊടുത്താൽ ആ രൂപം കുന്തിയമ്മയാണ് എന്ന് പറയാം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ നിഗദ്യതേ എന്ന ആചാര്യസ്വാമികൾ. സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, സഹിക്കാൻ എല്ലാറ്റിനും പ്രതികാരഭാവം ഒരൽപ്പം പോലും ഇല്ലാതെ. അപ്പൊ ഭഗവാൻ ആദ്യം തന്നെ പറയുന്ന കാര്യം യുദ്ധം ചെയ്യാനാണോ എന്നുള്ളത് ഇനിയിങ്ങനെ നമുക്കിങ്ങനെ മുൻപിലേക്ക് പോവാം. അപ്പൊ ഭഗവാനും അർജുനനെ വേറെ എന്തിനോ തയ്യാറാക്കുന്നു. അർജുനൻ ഏതൊന്നിൽ നിന്ന് വിരമിക്കാൻ ശ്രമിച്ച് പിന്മാറിയോ ഭഗവാൻ അതേ ഒരു ദൗത്യ നിർവഹണം ചെയ്യിപ്പിക്കുമാറ് ആ ഒരു അത്തരത്തില് അർജുനനെ മാറ്റിമറിക്കുന്നു. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പൊ നീ ആരായിരിക്കണം? തിതിക്ഷയുള്ളവനായിട്ടിരിക്കും. തിതിക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം ഇതാണ്. ഭഗവാൻ തന്നെ പറയുന്നു, ആഗമാ പായിന അനിത്യാഹ. ഭഗവാൻ തിതിക്ഷയെ തന്നെ നിർവചിച്ചു കഴിഞ്ഞു ഇവിടെ. ഇനി ശങ്കരാചാര്യർ ജനിച്ച് അതിന് നിർവചനം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. എല്ലാം വരുന്നതും പോകുന്നതുമാണ്, അനിത്യങ്ങളാണ് എന്ന് പറയാം, നിത്യമല്ല. ആഗമാപായിന അനിത്യാഹ. അതുകൊണ്ട് താൻ അവയിൽ എന്തു വേണം? തിതിക്ഷസ്വ. അതിനെ തിതിക്ഷ എന്ന് പറഞ്ഞാൽ നീ അതിനെ മനസ്സിലാക്കണം, അറിയണം. എന്തറിയണം? തിതിക്ഷ എന്ന് പറഞ്ഞാൽ പല്ലും കടിച്ച് അങ്ങനെ ഒരു സഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എടാ സഹിക്കണം എന്ന് പറയില്ല. ഇപ്പൊ സൂചി വെക്കാൻ പോവാ, മോനെ വേദന സഹിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ മസിൽ പിടുത്തം അതല്ല. പിന്നെയോ അറിയാം. അതായത് വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്, ശരി, ഭക്ഷണത്തിന് വകുപ്പൊന്നുമില്ല, കിട്ടാനൊരു മാർഗവുമില്ല, മിണ്ടാതെ കിടന്നുറങ്ങിക്കോളുക. അത് തന്നെ. ഈ പെറുപെറു ഉണ്ടല്ലോ, അത് വേണ്ട. ചൂടുണ്ട്, നല്ല ചൂടാ, അതെ. കരണ്ടുമില്ല, ഫാനും ഇല്ല, ഒന്നുമില്ല. അല്ല, അയ്യോ എന്തൊരു ചൂടാണ്, ഇങ്ങനെ പോയാൽ സഹിക്കുക തന്നെ, അല്ലാതെ ഇപ്പം എന്താ? അങ്ങനെയല്ല. ചൂടുണ്ട്, തണുപ്പുണ്ട്. പണ്ടുള്ളവർ പറഞ്ഞിരുന്നതിൽ തന്നെ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. ചൂടൊക്കെ അധികരിക്കുന്ന സമയത്ത്, അധികമാവുന്ന സമയത്ത് അവർ പറയാൻ എന്താണെന്നറിയോ? നല്ല ചൂട് എന്നാ പറയാം. ഇതെന്താ ഇത്? അങ്ങനെ അതെ, നല്ല മഴയാണ്, നല്ല ചൂട്, നല്ല ദാരിദ്ര്യ, അപ്പം നല്ല പനിയ കുട്ടിക്ക്. നല്ലതിനെ ചേർത്ത് പറയുമ്പോൾ അതിനൊരു നന്മയുണ്ട് എന്ന് പറയാം. ഈ അടുത്ത കാലത്തായിട്ട് അതൊക്കെ മാറിയിട്ട് ഇപ്പൊ എങ്ങനെയാ? എന്തൊരു അതെ
എന്തൊരു ചൂടാണ്, ഓ എന്തൊരു നശിച്ച മഴ, എന്തൊരു വിശപ്പാണ്, എന്തൊരു പനിയാണ്, അല്ല എന്തൊരു. നമ്മുടെ പഴയ ആളുകൾ നല്ലതിനെ ചേർത്ത് പറയാറുണ്ടായിരുന്നു. അതിനെ അറിയുക എന്നുള്ളതാണ് തിരീക്ഷ. അത് ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് ഞാനിതാ ഇന്ന ആളാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ സഹിച്ചിരിക്കണം. ഈ കുട്ടികളെയൊക്കെ അങ്ങനെയാണല്ലോ. ടീച്ചർ അങ്ങനെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോഴേക്കും എന്ന് പറയും. ചെറിയ പാവം പൊടിപ്പിള്ളേര്, ഈ പൊടിക്കുട്ടികളെ കാണാം, ഇതിൽ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ തന്നെ ചിലത് ഉറങ്ങിയും പോകും. നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി അമ്മയോട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന്. എന്ത് പറ്റി? അമ്മ അവിടെ എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന്. പോകുന്നത് തന്നെ എന്തിനാ? സംസാരിക്കാനല്ലേ. കുട്ടികൾ KG ക്ലാസ്സിലൊക്കെ കുട്ടികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ വളരെയാണ്. ആ സമയത്താ പറയുന്നത് എല്ലാറ്റിനോടും കൈ കെട്ടി മിണ്ടാതിരിക്കാൻ. അല്ലേ? മൂത്രമൊഴിക്കാൻ പോണമെന്നുണ്ട്, പക്ഷെ അനങ്ങാൻ പറ്റില്ല. എന്നിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ. അതെ, ഇത്രയും വലിയൊരു മാതൃഭൂമി ആഴ്ച ഈ വാരാന്ത പതിപ്പില് നമ്മളൊരു കുട്ടി വലുതായിട്ട് എഴുതിയ വളരെ എന്താ പറയാ ഹൃദയസ്പൃക്കായിട്ടുള്ള, ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ ഒരു ടീച്ചറെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആരാണ് ടീച്ചർ, ഗുരു ആരാണെന്നുള്ളതാ എഴുതിയ. പേരൊന്നും ഓർമ്മയില്ല, കുറെ മുമ്പ് വായിച്ചിട്ടുള്ളതാ. അതിൽ അവരുടെ ഓർമ്മ അവർ പറഞ്ഞത് ഇതാണ്. ക്ലാസ്സിൽ ഇങ്ങനെ 2 പോവാൻ വിഷമിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ടീച്ചറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ ടീച്ചറുടെ ഒരു പ്രത്യേകത എന്താ? ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും നോക്കും, എല്ലാ കുട്ടികളെയും നോക്കും. എല്ലാ കുട്ടികളെയും നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ടീച്ചറെ. എന്നെ നോക്കാൻ ഇതാ അടുത്തത് ഞാനാണ്, എന്നെ നോക്കാൻ ടീച്ചർ വരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നെ ടീച്ചർ ഇങ്ങോട്ട് വിളിച്ചു. ടീച്ചർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോന് വയറിന് അസുഖം ഉണ്ടോ എന്ന്. കാരണം എന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ ടീച്ചർക്ക് തോന്നി. അതെ, അങ്ങനെ ടീച്ചർ തന്നെ കൊണ്ടുപോവുക. എന്നിട്ട് എല്ലാം സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചർ ക്ലാസ്സിൽ ഇരുത്തി കഴിഞ്ഞിട്ട് ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ച വിഷയം ആ സിലബസിലുള്ളതല്ല. പിന്നെയോ വളരെ മനോഹരമായിട്ട് ടീച്ചർ പഠിപ്പിച്ചത് ഇതാണത്രേ. നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ടീച്ചർ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ വരുന്നത് നമ്മുടെ സ്കൂൾ വാൻ ഉണ്ടല്ലേ? സ്കൂൾ വാൻ എങ്ങനെയാ ഓടുന്നത്? കുട്ടികൾ പറഞ്ഞു അതിൽ പെട്രോൾ അടിച്ചിട്ട് ഡീസൽ അടിച്ചിട്ട്. അതെ, അപ്പൊ വാഹനങ്ങളൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ഡീസൽ, പെട്രോൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട്. നമ്മുടെ ഫാന് കറങ്ങുന്നത് എങ്ങനെയാ? ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാറ്റിനും സഞ്ചരിക്കാനും ഇങ്ങനെയുള്ള ശക്തി പകരുന്നത് എന്താണ്? ഇപ്പൊ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നു, വാഹനത്തിന് പെട്രോളൊക്കെ വേണം. ഇപ്പൊ വാഹനത്തിൽ നിന്ന് പുക പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെ, അത് അവശിഷ്ടമായിട്ടുള്ളതൊക്കെ പുറത്തു പോവുക. അപ്പൊ നമുക്കും ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ അവശിഷ്ടങ്ങളുണ്ട്, മലമൂത്ര വിസർജനാദികളൊക്കെ നമ്മൾ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആ സമയത്ത് തോന്നിയെന്ന് വരില്ല എല്ലാ സമയത്തും. പക്ഷെ ചിലപ്പോൾ ഇവിടെ നിന്ന് ക്ലാസ് റൂമിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് തോന്നിയത്. അപ്പൊ നമ്മൾ പറയാതെ എങ്ങനെ ഇരിക്കാമോ? പറയണം. നിങ്ങൾ പറയാൻ ഒട്ടും മടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭയത്തെ ടീച്ചർ നീക്കിയപ്പോ എന്തൊരാശ്വാസമായി. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ടീച്ചർ എന്ന് പറയുമ്പം എൻ്റെ അരികിലേക്ക് വന്ന് എനിക്ക് എന്താണ് വേണ്ടതെന്നറിഞ്ഞ് ഞാൻ ഇപ്പോഴും അവരെ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വളരെ സുന്ദരമായിട്ട് എഴുതിയിരിക്കുന്നത്. അറിയാം. എല്ലാവർക്കും നമസ്കാരം. അർജുന, ഇതെല്ലാം എന്താണ്? താൽക്കാലികമാണ്. എന്തൊക്കെ ഇപ്പോ ഉണ്ടായിട്ടുണ്ടോ വികാരങ്ങൾ, എന്തൊക്കെ അതെല്ലാം തന്നെ ആഗമാപായിന അനിത്യാഹ. നീ കുന്തിയുടെ മകനാണ്, കൗന്ദേയനാണ്. അതുകൊണ്ട് തിദിക്ഷയുള്ളവനായിട്ടിരിക്കൂ. തിദിക്ഷയുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അറിയുന്നവനായിട്ട് ആ അറിവിന്റെ നിറവില് ഇരിക്കാൻ ശ്രമിക്കുക. മഴക്കാലം വന്നാൽ മഴക്കാലം വന്നുവെന്നും, ചൂടുകാലം വന്നാൽ ചൂടുകാലം വന്നുവെന്നും, കരണ്ട് പോയാൽ കരണ്ട് പോയി എന്നും, പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയാൽ അടിച്ചു പോയി എന്നും എല്ലാം അറിയാം.
അതല്ല അടിച്ചു പോയി, അയാളോട് വന്ന് സാറേ ഇങ്ങനെ പോയി, എടാ നീ അല്ലാതെ ഈ പോക്കറ്റിലിടുവോ, ഇതൊക്കെ അവനോട് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നുമല്ല. അറിയ എല്ലാം അറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. തിദിക്ഷസ്വ, തിദിക്ഷയുള്ളവനായിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ അത് തന്നെ. തുടർന്ന് യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹി ന വ്യതയന്തേതേ പുരുഷം പുരുഷർഷഭ സുഖദുഃഖ സമം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. ആരാണ് അമൃതത്വത്തിന് അർഹനായിട്ടുള്ളവൻ? അമൃതം എന്ന് പറഞ്ഞാൽ മരണരഹിതമായ അവസ്ഥയെ ആരാണ് പ്രാപിക്കുന്നത്? അതും ഭഗവാൻ പറയുന്നു. ആരാണത്രേ? അല്ലയോ പുരുഷർഷഭ. ഭഗവാൻ അടുത്തത് ഓർമ്മിപ്പിക്കുക. ഇവിടെയൊക്കെ ഭഗവാൻ വിളിക്കുന്ന പേരുകൾ നമ്മളെയാ വിളിക്കുന്നത്. പുരുഷർഷഭ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ. സ്വാമി എന്തോ ഞങ്ങൾ അതിൽ പെടില്ല അല്ലേ? സ്ത്രീകൾ അല്ലെങ്കിൽ ഞങ്ങളോടൊരു വിവേചന എല്ലായിടത്തും ഇല്ലേ? ഇതാണ് ഞങ്ങൾക്ക് പിടിക്കാത്തത് എന്ന് പറയാം. അതായത് സാരി ഉടുത്ത പുരുഷന്മാരും പുരത്തിൽ ശയിക്കുന്നവനാണത്രേ. പൂർണ്ണനായിരിക്കുന്നത് കൊണ്ട് പുരുഷൻ. പൂർണ്ണത്വാത് ഇതി പുരുഷ, പുരേ ശയനാത് ഇതി പുരുഷ. അങ്ങനെയൊക്കെയാ വേദാന്തത്തിൽ പ്രയോഗിക്കുന്ന പുരുഷ ശബ്ദവും മാതൃ ശബ്ദവും അതിനെല്ലാവരും അവകാശികളാണ്. അപ്പൊ പുരുഷർഷഭ, അല്ലയോ പുരുഷ ശ്രേഷ്ഠ. ഹി എന്തെന്നാൽ അതായത് ഇന്ദ്രിയ വിഷയ സംബന്ധമായിട്ടുള്ള സുഖ ദുഃഖ സമം. സുഖം ദുഃഖം, ഈ സുഖ ദുഃഖങ്ങളെ എന്തു വേണം? സമീകരിക്കണം എന്ന് പറയാം. സമീകരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ സുഖം വന്നാൽ അധികം അഹങ്കരിക്കരുത്, അല്ലെങ്കിൽ അഹങ്കാരം ഒന്നിനും നല്ലതല്ല. ഈ ചിലപ്പോ ഈ പഴയ വീട്ടിലൊക്കെ അമ്മമാരുണ്ട്, സ്കൂളൊക്കെ അടച്ചു, സ്കൂൾ പൂട്ടി, അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെ കുട്ടികളും അനിയത്തിയുടെ വല്യമ്മയുടെ മക്കളും ചെറിയമ്മയുടെ മക്കളും എല്ലാം കൂടെ വന്നപ്പം സിനിമ കഥ പറഞ്ഞ് പിള്ളേര് കേട്ടി മറിഞ്ഞ് ചിരിയും ബഹളവും ഒക്കെയാണ്. അവരങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ കാരണവരോ അല്ലെങ്കിൽ അമ്മമ്മ മതി ചിരിച്ചത് കരയേണ്ടി വരും അല്ലേ? അധികം ചിരിച്ചാൽ കരയണമെന്ന് പറയാം. അതോടുകൂടി അവിടെ വല്ല എന്താ പറയാ, ഈ ട്രാൻസ്ഫോമർ പോയതുപോലെ പിന്നെ ഒരു നിശബ്ദ ബോംബ്, ഈ അമ്മമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ബോംബ് ഇതാണ്. അപ്പൊ എല്ലാവർക്കും പേടിയാവും. എന്താ പേടി? ഇനി ആരെങ്കിലും മരിക്കുവോ? പിന്നെ അവിടെ വരുന്ന ഫോൺ കോൾ ഇത് ആരുടെയോ മരണ വാർത്തയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും കാറ്റുപോയോ, ഇങ്ങനെയുള്ളൊരു ഭയ. കരയേണ്ടി വരും. ചിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ചിരിച്ചോളൂ. കരയണം തോന്നുന്ന സമയത്ത് കരയാം. എന്നാ പിന്നെ കരയുന്നവരോട് പറയാറില്ലല്ലോ മതി കരഞ്ഞത്, ഇനി ചിരിക്കേണ്ടി വരുമെന്ന്. സ്വാഭാവികമായിട്ടും അതും സംഭവിക്കണമല്ലോ. അല്ല, അതും കൂടെ വേണ്ടതാണ്. ഇത് സംഭവിക്കാമെങ്കിൽ അതും വേണം. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെയുള്ള ഒരു അറിവ് എന്ന് ചോദിച്ചാലോ, അത് എന്റെ മുത്തശ്ശി പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? ഇങ്ങനെ പരമ്പരയാൽ കൈമാറുന്നതാ ഇതൊക്കെ. അധികം ചിരിക്കേണ്ട, കരയേണ്ടി വരും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഈ കുത്തിമറയലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ അനർത്ഥം വരാനുണ്ടെന്ന്. ഈ നമ്മൾ ചിരിച്ച് സംസാരിച്ചതും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാലോ, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ സമം എന്ന് പറയാൽ, സമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക എന്നത് തന്നെയാണ്. മരണപ്പെട്ടു, വീട്ടിലാരെങ്കിലും മരിച്ചു, കുട്ടി ഒരു വീട്ടില് ഒരു ഉണ്ണിക്കാലുണ്ടായി, ശരി ഒരു കാലേ ഉള്ളൂ, എന്നാലും ഒരു കാലെങ്കിലും ഒരു കാല്, അതില് സന്തോഷം. അത് തന്നെ സമം. അല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താ കേട്ടത്? ഇത് സന്തോഷം വന്നാലും അത് ദുഃഖിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മളടുത്ത് ഒരുപാട് കാശ്, ഇപ്പൊ നമ്മളടുത്ത് ആവശ്യത്തിന് കാശുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോണു, ഒന്നിനും ഒരു മുടക്കുമില്ല. എന്നാലും നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ?
വലിയ ബുദ്ധിമുട്ടാ. എന്നാലും ഇങ്ങനെ പോകുന്നു അല്ലേ? കാരണം എല്ലാം നന്നായിട്ട് നടക്കണം, ഒന്നിനും ഒരു കുഴപ്പമില്ല. ബാങ്കിൽ സേവിംഗ് ഒക്കെ ഉണ്ട് എന്നാരെങ്കിലും പറയൂ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പക്ഷെ ബുദ്ധിമുട്ടാ. പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കടം ചോദിച്ചാലോ? അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. ഇവിടുത്തെ ഏത് കോടീശ്വരനും പറയുന്നത് ഇങ്ങനെയാണ്. ഒരിക്കലും ഒരാൾ ബാങ്ക് ലോൺ എടുത്തിട്ട് വീട് വെച്ചു. അങ്ങനെ അത് വീട് ലോണൊക്കെ അടച്ചു. എന്നിട്ട് അതിന്റെ ആധാരമൊക്കെ തിരിച്ചു മേടിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു കാറ് മേടിച്ചു. ഇത് കൊണ്ടുവച്ചിട്ട് വേറൊരു കാറ് മേടിച്ചു. കാർ ലോണിൽ മേടിച്ചു. എന്നിട്ട് കാറിന്റെ RC ബുക്ക്, ഇതൊക്കെ ഒരേ ബാങ്കിലാണ്, കാറിന്റെ RC ബുക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെച്ചിട്ട് പറഞ്ഞു, സാറേ ഇതിന് ഒരു ഷെഡ് വേണം, അപ്പൊ ഷെഡ് കെട്ടാൻ ഒരു ലോൺ തരണമെന്ന്. അപ്പൊ ബാങ്ക് മാനേജർ ചോദിച്ചു, അല്ല ഇനിയിപ്പോ പെട്രോൾ അടിക്കാനും ലോണ് വേണ്ടി വരുമെന്ന്. അപ്പൊ പറയാം, സാറേ ഒരു വീടും ഒരു കാറും ഒരു ഷെഡും ഒക്കെ ഉള്ള ആർക്കാ പെട്രോൾ, അങ്ങനെയുള്ള ഒരാൾക്ക് ആരാ പെട്രോൾ കടം തരാതിരിക്കുക? അതുകൊണ്ട് എന്റെ ശ്രമം അത് തന്നെയാന്ന് പറയാം. അതുകൊണ്ട് ഈ വരുന്ന എന്തെങ്കിലും സന്തോഷകരമാവട്ടെ ദുഃഖകരമാകട്ടെ അതിനെ അടിച്ചമർത്താനല്ല പറയുന്നത്, അല്ലെങ്കിൽ കടിച്ചു പിടിച്ച് നിൽക്കാൻ. അങ്ങനെ എന്താണെന്നറിയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ഒരു മുറുക്കം സംഭവിക്കും, വലിഞ്ഞ് മുറുകും. അത് പല രോഗങ്ങളായിട്ട് പരിണമിക്കും. അങ്ങനെയാണ് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പം പല രോഗങ്ങൾ, പല മുഴകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മുഴയൊന്നും ഉണ്ടാക്കണ്ട. ഇനിയിപ്പോ വല്ലവർക്കും വല്ല മുഴയുണ്ട് അങ്ങനെയാണോ എന്ന് ചിന്തിക്കണ്ടേ. സ്വാമി പറഞ്ഞേ ഉള്ളൂ സന്ദർഭവശാൽ. നിങ്ങൾ ഉടനെ അങ്ങോട്ട് ചിന്തിച്ച് പിന്നെ അതിന്റെ മുകളിൽ പിടിച്ചു തോന്നും. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താ പറയുന്നത്? സുഖ ദുഃഖ സമം. സമത്വം എന്ന് പറഞ്ഞാൽ അറിയുക. അറിയുന്നു ഞാൻ. ബുദ്ധദേവൻ പറയും, ഊണ് കഴിക്കുമ്പോൾ ഊണ് കഴിക്കുക, നടക്കുമ്പോൾ നടക്കുക, ഇരിക്കുമ്പോൾ ഇരിക്കുക, കിടക്കുമ്പോൾ കിടക്കുക. അപ്പൊ സ്വാമി ഇപ്പൊ ഞങ്ങളോ അതല്ല ചെയ്യുന്നതെന്നാണ്. ഊണ് കഴിക്കുമ്പോൾ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരാചാര്യം പറയും, ഒരു ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്ന പോലെയാണ് അത്ര, ഇങ്ങനെ യാന്ത്രികമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പലതും അറിയുക പോലും ഇല്ല നമ്മൾ. ചിലപ്പോൾ 3 പപ്പടം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഭാര്യയോട് ചോദിക്കും, ഇന്ന് എന്താ പപ്പടമൊന്നും ഇല്ലേന്ന്? അല്ല മനുഷ്യ, നിങ്ങൾ 3 കഴിച്ചു. അതെയോ? കാരണം ഓർമ്മയില്ലായിരുന്നു, എന്തോ യാന്ത്രികമായിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് കുറേയും കൂടെ ജാഗ്രതയുള്ളവനായിട്ടിരിക്കും, ജാഗ്രതയിൽ വർത്തിക്കുക. അതിനെയാണ് സമം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ കാൽവെപ്പും പാദസ്പർശവും ബോധപൂർവമായിരിക്കട്ടെ. അബോധപൂർവമായ ഒരു കർമ്മങ്ങളും നമ്മിലുണ്ടാകാതിരിക്കട്ടെ. ഏത് വികാര വിചാരങ്ങളെയും അറിയുന്നവനായിരിക്കുക. ഇതാ ഞാൻ ഇന്നതാണ്, ഇപ്പം ഞാൻ ദേഷ്യം പിടിക്കും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ അറിയട്ടെ ആദ്യം. അല്ലെങ്കിൽ ഇതാ ഇപ്പം ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ സമം, സുഖ ദുഃഖ സമം. അങ്ങനെയുള്ള ധീരം, ഭഗവാൻ പറയുന്ന ഇതിനെയാണ് ധീരത എന്ന് പറയുന്നത്. ധീരനായിട്ടുള്ള യം പുരുഷം, യാതൊരു പുരുഷനെ, ഏത് പുരുഷനെ ന വ്യതയന്തി, ഒന്നും ചലിപ്പിക്കുന്നില്ല അവനെ. അതെ, നമ്മളങ്ങനെയല്ല. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികൾ പറയും, നമ്മുടെ റിമോട്ട് വല്ലവർക്കും കൊടുത്തിരിക്കുകയാണ് അത്രേ. നമ്മളൊരു ടിവിയാണ്. എന്നിട്ട് ആ ടി വി ഓപ്പറേറ്റ് ചെയ്യുന്ന റിമോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു റിമോട്ടാണോ നമ്മുടേതല്ല, നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തിരിക്കുക, പരിചയമുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊരു ഞെക്കും, ഏതെങ്കിലും ഒരു ചാനലിൽ ഞെക്കും. A to Z ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഞെക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച്. അപ്പൊ നമ്മളെ ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഞെക്കിയ, ആ ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി. വേറൊരാൾ പറഞ്ഞാൽ ഇത് തീരെ ശരിയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഇങ്ങനെ ഓരോരുത്തരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉയർന്നും താഴ്ന്നും ചെരിഞ്ഞും ഒക്കെ ആവും. ചിലപ്പോൾ അവരുദ്ദേശിച്ചതുപോലെയല്ല നമ്മൾ അതിനെ റിസീവ് ചെയ്യുന്നത്, അതിൽ കുറച്ചും കൂടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറയും, ഓ ഞാൻ വിചാരിച്ചു അപ്പൊ എന്നാ അതായിരിക്കുന്നു, ഓ അങ്ങനെയല്ലേ, എന്നാ പോട്ടെ. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഞാൻ വിചാരിച്ചു. ദയവ് ഇത് വിചാരിക്കൽ നിർത്തൂ. ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിക്കാൻ ഞാൻ എന്താണ് പ്രമാണമായിട്ടുള്ളത്? അല്ല എന്ത് ഈ അല്ല അങ്ങനെയാണല്ലോ, എങ്ങനെയാണല്ലോ.
നമ്മുടെ ഉള്ളിലുള്ള ഒരു സംസ്കാരം മറ്റൊരാൾ എന്താണ് പറയാൻ പോകുന്നത്, എന്തുദ്ദേശത്തോടു കൂടിയാണ് അയാൾ പറഞ്ഞത്, ഇതൊന്നും കണക്കിലെടുക്കാതെ തന്റെ തന്നെ ഒരു വ്യാഖ്യാനം, തന്റെ തന്നെ ഡിക്ഷണറിയിൽ ഓരോരുത്തർക്കും ഓരോ നിഘണ്ടുണ്ട്, ആ നിഘണ്ടുവിന് ആ ശബ്ദത്തിനൊരു വ്യാഖ്യാനം നൽകി അതിനെ അവതരിപ്പിക്കുക. മറ്റുള്ളവർക്കും അതെ, താൻ സ്വയം സ്വീകരിക്കുന്നതും അതെ. ഭഗവാൻ പറയുന്നത് ഇതാണ്, സമമെന്ന ആ ഫിൽറ്ററിലൂടെ അതായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതുതന്നെയാണ് ഒരു ധീരത. അതുകൊണ്ടാണ് വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിച്ചവൻ എന്ന് പറയുമ്പം അതുമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ച് പോകാത്തവൻ. യം പുരുഷം, ഏതൊരു പുരുഷനെ ന വ്യതയന്തി, വ്യസനിപ്പിക്കുന്നില്ല, ചലിപ്പിക്കുന്നില്ല, സഹ അവൻ അമൃതത്വായ കൽപ്പത്തെ, അവൻ അമൃതത്വത്തിന് യോഗ്യനാണ്. അപ്പൊ അമൃതത്വം വരിക്കാൻ ആരാണ് യോഗ്യൻ എന്ന് ചോദിച്ചാൽ അവന്റെ യോഗ്യത ഇതാണ്. ഇത്രയുള്ളൂ യോഗ്യത. അപ്പൊ ഭഗവാൻ ഇതിൽ ബ്രാഹ്മണനായിരിക്കണമെന്നോ ക്ഷത്രിയനായിരിക്കണമെന്നോ പുരുഷനായിരിക്കണമെന്നോ സ്ത്രീ ആയിരിക്കണമെന്നോ കുട്ടിയായിരിക്കണമെന്നോ ഇത്ര പ്രായമുള്ളവനെന്നോ ഇന്ന ദേശക്കാരനെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് അമൃതത്വത്തെ വരിക്കാനുള്ള ഒരു മാർഗം. അപ്പൊ ഇവിടെ അമൃതത്വം മാത്രമേ ഉള്ളൂ. അമൃതം എന്ന് പറഞ്ഞാൽ ഇന്നമൃതം, മരണമില്ലാത്തത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? മൃതിയുള്ളതാണ്. അപ്പൊ മൃതിയുള്ളതുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്കും മൃതി ഉണ്ടാവും. ഞാൻ ശരീരമാണെന്ന് കരുതുമ്പോഴാണ് എനിക്ക് മരണം ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് താല്പര്യം മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അറിയാനാണ്. മരണാനന്തരം എനിക്ക് ജീവിതം ഉണ്ടോ എന്ന്. എടോ, നിനക്ക് ജനിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ എന്ന് അന്വേഷിക്കൂ ആദ്യം. അതെ, ജനിച്ചുവല്ലോ, അതല്ലേ വളരെ പ്രധാനം. അതുകൊണ്ടാണ് രാമൻ വാസിഷ്ഠത്തിൽ പറഞ്ഞത്, തരവോഭിഹി ജീവന്തി ജീവന്തി പശുപക്ഷിണ സ ജീവതി മനോയസ്യ മനനേ നൈവ ജീവതി. തരവഹ ജീവന്തി, തരുക്കളൊക്കെ ജീവിക്കുന്നു. ജീവന്തി പശുപക്ഷിണ, പശു ജീവിക്കുന്നു, പക്ഷികൾ ജീവിക്കുന്നു. എന്നാ മനനം ചെയ്യാത്തവൻ ജീവിക്കുന്നില്ല, മനനം ചെയ്യുന്നവൻ ജീവിക്കുന്നു. അതുകൊണ്ട് ഉപനിഷത്തിൽ ഒരു പ്രയോഗമുണ്ട്, ജനാഹ എന്ന്. ജനാഹ എന്ന് പറഞ്ഞാൽ ജനിക്കുക മാത്രം ചെയ്തവൻ, സാക്ഷാത്കരിച്ചിട്ടില്ല അവൻ ആരെന്ന്. ഈ ജനമാണ് നരനാവുന്നത്. നരൻ നരേന്ദ്രനാവും, നരേന്ദ്രൻ വിവേകാനന്ദനാവും. കഴിഞ്ഞു കഥ. നരൻ നരേന്ദ്രനാവണമെന്ന് പറയാം, അല്ലെങ്കിൽ നരൻ നാരായണനാവണം. ഇതിപ്പം ജനിച്ചിരിക്കുക, എന്നിട്ട് ജനാർദ്ദനൻ എന്നൊക്കെയാ പേര്. അവൻ അമൃതത്വായ കൽപ്പതേ, അമൃതത്വത്തിന് പാത്രീഭൂതനാകുന്നു, അമൃതത്വത്തിന്റെ ഉടമയാകുന്നു. അപ്പൊ ഒരു വികാരവുമായിട്ട് സാമ്യപ്പെട്ടുകൊണ്ട് ലോകത്തെ കാണുന്ന, അതായത് നമ്മളിപ്പം വളരെ വളരെ എളുപ്പമാണ് വേദാന്തം, വിഷമമേ ഇല്ല. മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നാം ലോകത്തെ നിരീക്ഷിക്കുന്നത്, പദാർത്ഥങ്ങളെ നിരീക്ഷിക്കുന്നത്, ശബ്ദബീജികളെയൊക്കെ നാം കർണപുടത്തിലേക്ക് ആവാഹിക്കുന്നത് ചില സങ്കല്പങ്ങളെ വെച്ചുകൊണ്ടാണ്. അതിനു പകരം ഇതാ, ഞാൻ നിനക്ക് ഒരു പുതിയത് തരാം. ഒരു നല്ല രസമായിട്ടുള്ളൊരു കഥ ഈ അടുത്ത് വായിച്ചു, നല്ല രസമുണ്ട് അത്. അത് ഇതാണ്, അതിൽ ഒരു വലിയൊരു പാഠം. അതായത് ഒരു യുദ്ധവിമാനത്തിലെ പൈലറ്റ്, അദ്ദേഹം ലൈബ്രറിയിൽ നിന്ന് ഒരു നോവൽ എടുക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവൽ. അപ്പൊ അത് അദ്ദേഹം വായിച്ചു മുഴുവൻ കഴിഞ്ഞപ്പോൾ അതിന്റെ അവസാന പേജിൽ, ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന പേജിൽ, ഈ ലൈബ്രറിയിൽ നിന്നൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ അഭിപ്രായം എഴുതി വെക്കുമല്ലോ, ആഹാ പൊട്ടയാണ്, ഇത് വായിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സ്ത്രീയാണ്, അവർ വളരെ നന്നായിട്ട് ഒരു കമന്റ്സ് അതിന്റെ ഒരു നോട്ട് പോലെ അവരങ്ങനെ വെച്ചിട്ടുണ്ട്. അടിയിൽ അവരുടെ പേരും ടെലിഫോൺ നമ്പറും വെച്ചു. അപ്പൊ ഇദ്ദേഹം ഇതിങ്ങനെ വായിച്ചു നോക്കിയപ്പോ എന്തോ അദ്ദേഹത്തിനെ ആകർഷിച്ചു ആ വാക്കുകൾ. അടിയിൽ ഫോൺ നമ്പർ, അത് അദ്ദേഹം നോട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഫോൺ ചെയ്തു അവർക്ക്. അപ്പൊ ഒരു സ്ത്രീയാണ്, നല്ല ശബ്ദമൊക്കെ. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പൊ അദ്ദേഹം പരിചയപ്പെടുത്തി, സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണ്, യുദ്ധവിമാനത്തിലെ പൈലറ്റാണ്. അങ്ങനെ അവര് അടുത്തു, പരിചയപ്പെട്ടു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരുപാട് സംഘർഷങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തു അവരുമായിട്ട്. അപ്പൊ അവരോട് അദ്ദേഹം പറഞ്ഞു,
ഇപ്പൊ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചാറ്റ് ചെയ്തു അവരുടെ ചാറ്റിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, മെയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. മെയിലുമായിട്ടുള്ള അത് മെയില് ഫീമെയിൽ ഇമെയില് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു, ഫോട്ടോ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന്. അപ്പൊ അവര് പറഞ്ഞു എന്റെ ഫോട്ടോയിൽ ഞാൻ സുന്ദരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വലിയ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ അത് ആ സൗന്ദര്യത്തെ ആയിരിക്കും നിങ്ങൾ ആരാധിക്കുന്നത്. ഞാൻ വിരൂപിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും എന്നോട് ആരാധന തോന്നും. അപ്പോഴോ ആ വൈരൂപ്യത്തിൽ ഒരു സിമ്പതി നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു വികാരത്തിന്റെ മുകളിൽ നമ്മുടെ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ഇനി മെയിലിൽ ഫോട്ടോ ചോദിക്കരുത് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചു. അപ്പൊ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, ഓക്കെ വേണ്ട, എനിക്ക് ഫോട്ടോ വേണ്ട എന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഇവരുടെ ഇടപാടുകൾ നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അവർ പറഞ്ഞു, നമുക്ക് എന്തായാലും കാണാം. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. വേറെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന സ്റ്റേഷനിൽ വരിക. എങ്ങനെ എന്നെ തിരിച്ചറിയും എന്നാണെങ്കിൽ ഞാൻ ആ നോവലിന്റെ ഒരു പുതിയ കോപ്പി എന്റെ കയ്യിലുണ്ടാവും. അതിലൊരു ചുവന്ന പനിനീർ പുഷ്പം ഞാൻ ആ ഇതിൽ വെച്ചിട്ടുണ്ടാവും. ഞാൻ അത് പിടിച്ച് അവിടെ എന്നെ കാണും, സ്റ്റേഷനിൽ കാണും. അദ്ദേഹം വലിയ ഉത്സാഹത്തിൽ അങ്ങനെ വന്നു. സ്റ്റേഷനിൽ ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നു. ആ സ്റ്റേഷനിൽ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നോക്കി എവിടെ എന്നുള്ളത്. അപ്പൊ വളരെ ഒരു സുന്ദരിയായിട്ടൊരു സ്ത്രീ ഇങ്ങനെ കടന്നിങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ആഗ്രഹിച്ചു, ഓ ഇവരായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കയ്യിലൊന്നുമില്ല, ഡയറി ഇല്ല, പോവില്ല. അവരങ്ങനെ ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ മുൻ ഇങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്തു. ആ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയ സമയത്തുണ്ട് കുറച്ചൊരു പ്രായമായിട്ട് ഒരമ്മ അങ്ങനെ അവിടെ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി അങ്ങനെ ഈ ബുക്കും ഈ പൂവൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഇദ്ദേഹം വേഗം ചെന്നു എന്നാണ്. വേഗം ചെന്നു, ഓ ഞാനാണ് ഇന്നാള് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്, ഈ ട്രെയിൻ എത്തുന്ന സമയം ഉച്ച സമയമാണ്, നമുക്ക് ഒരുമിച്ച് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇന്ന് ട്രെയിനിന് അദ്ദേഹത്തിന് തിരിച്ചു പോകും വേണം. അപ്പൊ ഒരു 4-5 മണിക്കൂർ അവർ തമ്മിൽ കാണുന്ന ഒരു സൗകര്യമുണ്ട്. അപ്പൊ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം വേഗം ചെന്നിട്ട്, ഓ ഞാൻ ഇന്ന ആളാണ്, കുറെ നേരമായോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഔപചാരികമായിട്ടുള്ള സംസാരം അദ്ദേഹം ചെയ്തു. മാത്രമല്ല വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, വരൂ നമുക്ക് പോവാം, റെസ്റ്റോറന്റിലേക്ക് പോവല്ലേ ഭക്ഷണം കഴിക്കാൻ. അപ്പോ ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു സ്ത്രീ വന്നിട്ട് എന്റെ കയ്യിൽ ഇത് തന്നു, ഇത് പിടിച്ച് എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരാള് വരും എന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു എനിക്ക് 100 രൂപയും തന്നിട്ടുണ്ട്. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ ആള് പറയും, റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പറയുക ഇതാ ഞാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പുറത്ത്. അതല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ വിളിക്കാതെ അദ്ദേഹം പോവുകയാണെങ്കിലോ അദ്ദേഹത്തിനോട് പറയണം ഞാൻ പോയി എന്ന്, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് പോയി എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമാകുന്നു. അദ്ദേഹം ആദ്യം കണ്ട ആളെ തന്നെ പോയി കണ്ടുമുട്ടുന്നു എന്നാണ് കഥ. പറഞ്ഞു വന്നത് ഇതിൽ അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ ബന്ധം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് തുടർന്നു പോകുന്നത് ഏതെങ്കിലും ഒരു സിമ്പതിയുടെ വികാരത്തിന്റെ മുകളിലാവരുത് എന്നുള്ളത്. അപ്പൊ ഭഗവാനും പറയാനുള്ളത് ഇതാണ് നമ്മളോട്. നമ്മൾ ഈ ലോകത്തെ നിരീക്ഷിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ കാണുന്നത്, നമ്മുടെ അനുഭവങ്ങളെ നാം വിലയിരുത്തുന്നത്, നമുക്കതിന് കരുത്തുറ്റ ഒരു മാധ്യമം ആവശ്യമാണ്. ഈ ഹൈ വോൾട്ടേജ് ഒക്കെ കടന്നു പോകുന്ന കമ്പി സാധാ കമ്പിയല്ല, അതിന് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് ഉരുകിപ്പോകും. ഇന്നലെ കേട്ട ഒരു തമാശയാണ്. രാത്രി മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരു ബലൂണ് പുതിയതായിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര പോലീസുകാരുടെ അടുത്ത് കൊടുത്തു. അങ്ങനെ ഒരാൾ ഊതിയ സമയത്ത് ബലൂണെ ഉരുകിപ്പോയി. എന്തായിരിക്കും അല്ലേ? ബലൂണ് കാണാനില്ല. ആരോ ചോദിച്ചിരുന്നു, സ്വാമിക്ക് എന്താ ഇത് ഇത്ര താല്പര്യമുണ്ടോ ഈ വിഷയം? പക്ഷെ ഏറ്റവും നമുക്ക് രസമായിട്ട് തോന്നുന്ന ഒരു തമാശയാണ് അവരെക്കുറിച്ചുള്ള തമാശകൾ.